രാജ്യത്തെ സ്ത്രീകളുടെ വിവാഹപ്രായം 18 നിന്ന് 21 ഉയർത്തുന്നത് പരിഗണിക്കുമെന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ ഒരു ആശയത്തിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? രാജ്യത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഉത്തരമാകുമോ ഈ നീക്കം? ഈ തീരുമാനത്തിന്റെ പ്രായോഗികമായ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വിവാഹപ്രായം 21 ആക്കണമോ? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ, സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ അംഗം ഡോക്ടർ മേരി റെജീന, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ജയസൂര്യ, ആക്ടിവിസ്റ്റ് ശ്രീ രാഹുൽ ഈശ്വർ. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ജയസൂര്യൻ, BJP സർക്കാർ അടുത്ത കാലത്ത് നമുക്കറിയാം സ്വാതന്ത്ര്യ പ്രസംഗത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി ഇത്തരമൊരു തീരുമാനം അല്ലെങ്കിൽ ഇത്തരൊരു തീരുമാനത്തെക്കുറിച്ചുള്ള ആലോചനകൾ രാജ്യത്തെ അറിയിക്കുന്നത്. എന്താണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുവാൻ സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം? ഇത്തരമൊരു തീരുമാനം എന്നുള്ള നിലയിലേക്ക് അത് വന്നിട്ടില്ല. ഒരു നിർദ്ദേശം എന്ന നിലയിൽ മുന്നോട്ട് വെക്കുമ്പോൾ അതൊരു തീരുമാനമായേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും പ്രധാനമന്ത്രി അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തെ സംബന്ധിച്ചുള്ള സുപ്രധാനമായ ഒരു ചുവടുവയ്പ് എന്ന നിലയിലാണ്. ഇന്നിപ്പോൾ സ്ത്രീകളുടെ വിവാഹപ്രായം 18 ആണെങ്കിൽ പോലും ഒരു 15 മുതൽ വിവാഹിതരാവുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ഇന്നലെ ഞാൻ അതിനെ സംബന്ധിച്ച് ഒരു കണക്ക് കേട്ടത് 27% പെൺകുട്ടികൾ 18 വയസ്സിന് താഴെ വിവാഹിതരാവുന്നു, അമ്മമാരാവുന്നു എന്നുള്ളതാണ്. ഇത് ഭീകരമായ കണക്കാണ്. ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലാണെങ്കിൽ പോലും അറിയാം, മലപ്പുറം ജില്ലയിലൊക്കെ 9ാം ക്ലാസ്സിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ അത് വലിയ ഒരു സാമൂഹിക അപരാധമായി കണക്കാക്കുന്ന ഒരു അന്തരീക്ഷം പോലും നിലവിലുണ്ട്. അപ്പൊ 9ാം ക്ലാസ്സിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ പിന്നെ വിവാഹം നടക്കില്ല എന്നൊരു അന്തരീക്ഷം, അത് ഭീകരമാണ്. അപ്പോൾ 2 കാരണങ്ങളാണ്. ഒന്ന്, പെൺകുട്ടികളുടെ ആരോഗ്യം. ഇത്രയും ചെറിയ പ്രായത്തിൽ അമ്മമാരാവാനുള്ള ആരോഗ്യമില്ല. വൈദ്യശാസ്ത്രപരമായിട്ടും ശരീരശാസ്ത്രപരമായിട്ടും എല്ലാം അത് തെറ്റാണ്. 2, വിദ്യാഭ്യാസം, തൊഴിൽ. അവർക്ക് നല്ല വിദ്യാഭ്യാസം നേടാനും തൊഴിൽ നേടാനുമുള്ള അവസരം ഈ വിവാഹത്തിലൂടെ നഷ്ടമാവുകയാണ്. അപ്പോൾ ഈ 2 കാരണങ്ങൾ ദൂരവ്യാപകമായി നമ്മുടെ ഭാരതത്തിന് വളരെയേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് തീർച്ചയായും പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തേണ്ടത് അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തിക വരുമാനം, ഈ 3 അടിസ്ഥാന കാരണങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൂടാതെ ഒരു കുടുംബ ജീവിതം നയിക്കാൻ ആവശ്യമായ മാനസിക വളർച്ച, ശാരീരിക വളർച്ച, ഇതും ഇന്നത്തെ ഈ ഒരു പ്രായം പോരാ, കുറെ കൂടി മുന്നോട്ട് ഉയർത്തേണ്ടതുണ്ട് എന്നതിന്റെ അടിസ്ഥാന ഘടകം തന്നെയാണ്. അപ്പൊ ആരോഗ്യ മേഖലയിൽ നടത്തിയ സർവേകളൊക്കെ നോക്കുമ്പോഴും ഈ കുട്ടികളുടെ ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോഴും നമുക്ക് ഇത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. മാതൃശിശു മരണ നിരക്കും ഇതിന് ഒരു കാരണമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് വളരെ സുചിന്തിതമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് നടപ്പാക്കുന്നത് അടുത്ത തലമുറയുടെ ആരോഗ്യത്തിനും സാമ്പത്തിക സുരക്ഷിതത്വത്തിനും മാനസിക പക്വതയ്ക്കും എല്ലാ അർത്ഥത്തിലും സഹായകരമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വരാൻ കാരണം. വ്യക്തമാണ്. അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഇവിടെ സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി, സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടിയൊക്കെയുള്ള വളരെ പ്രോഗ്രസീവായ ഒരു സ്റ്റെപ്പാണ് ഇതെന്നാണ് ഇവിടെ BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? അല്ല, ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് രാഷ്ട്രീയമായിട്ട് പല വിയോജിപ്പുകളുണ്ടെങ്കിൽ പോലും ഇത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള ഒരു സമീപനമാണ്. 18 വയസ്സെന്നുള്ളത് ഏറ്റവും കുറഞ്ഞ് 20 വയസ്സെങ്കിലുമായിട്ട് വർദ്ധിപ്പിക്കണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം സൂചിപ്പിച്ച ഉദാഹരണം മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ശരിയാണ്. മലപ്പുറം ജില്ലയുടെ ചില ഭാഗങ്ങളിലൊക്കെ പെൺകുട്ടികൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവരുടെ നിക്കാഹ് നടക്കി, 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും കല്യാണം നടത്തില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഈ നിക്കാഹും കല്യാണം ഒന്നല്ല. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഈ വാക്കുറപ്പിക്കുന്ന ചടങ്ങാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ ഈ വിവാഹശേഷം ഭർത്താവും ഭാര്യയും ഒരുമിച്ച് താമസിക്കുന്ന രണ്ടാമതൊരു ചടങ്ങ്. ഇത് രണ്ട് ചടങ്ങുകൾ. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ താരതമ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ വിവാഹപ്രായം ഉയർത്തിക്കൊണ്ട് മാത്രം കാര്യമില്ല. എൻ്റെ ഓർമ്മയിൽ 1979 അന്ന് ജനതാ പാർട്ടി സർക്കാർ നിലവിലുള്ള സമയത്താണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 നിന്ന് 18 വർദ്ധിപ്പിച്ചു. അന്ന് ചില മുസ്ലിം സംഘടനകൾ, മുസ്ലിം ലീഗ് അടക്കം
ഇതിനെ അതിശക്തമായി എതിർക്കുകയും നമ്മുടെ പഴയ നിയമസഭാ നടപടികളൊക്കെ എടുത്തു നോക്കിയാൽ CH മുഹമ്മദ് മറ്റുമൊക്കെ വളരെ വികാര നിർഭരമായ പ്രസംഗങ്ങൾ നടത്തിയതായിട്ട് കാണാൻ കഴിയും. കേരള നിയമസഭ പാർലമെന്റാണ് കേന്ദ്രത്തിൽ നിയമം മാറ്റിയതെങ്കിൽ പോലും ഇങ്ങനെ ഉള്ള ഒരു റെസിസ്റ്റൻസ് അവരുടെ ഭാഗത്തുണ്ട്. മാത്രമല്ല കഴിഞ്ഞ നമ്മുടെ UDF സർക്കാരിന്റെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വിവാഹപ്രായം 18ആണ്. പക്ഷെ നമ്മുടെ ഡോക്ടർ MK മുനീർ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് 16 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് അദ്ദേഹം ഒരു ചട്ടം ഉണ്ടാക്കി. അതിനെ തുടർന്ന് ഇവിടെ വലിയ വിവാദം ഉണ്ടായി. ഡോക്ടർ MK മുനീർ MBBS പാസ്സായ ഒരു ഡോക്ടറാണ്, സാമൂഹ്യ നീതി വകുപ്പിന്റെ ചുമതലക്കാരനാണ്. പക്ഷെ അദ്ദേഹം ചെയ്തത് സാമൂഹ്യ അനീതിയാണ്. കാരണം 16 വയസ്സുള്ള കുട്ടികളുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ വ്യവസ്ഥ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതിനർത്ഥം അദ്ദേഹം പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയുണ്ട്. പഞ്ചായത്തും സാമൂഹ്യ അനീതിയുമായിരുന്നു അദ്ദേഹത്തിന്റെ വകുപ്പ്. അപ്പൊ അങ്ങനെ അനീതികരമായ ഒരു ചട്ടം നിർമ്മിച്ചതിന്റെ അർത്ഥം 16 വയസ്സിൽ വിവാഹം കഴിച്ചത് ലീഗലൈസ് ചെയ്തെന്നാണ്. അങ്ങനെ ഉള്ള സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് പ്രായം വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രം ഈ ബാല്യ വിവാഹങ്ങൾ, ശൈശവ വിവാഹങ്ങൾ ഇല്ലാതാവില്ല. ഇത് മലപ്പുറം ജില്ലയിൽ മാത്രമുള്ള ഒരു കാര്യമില്ല. ഇന്ത്യ വലിയൊരു രാജ്യമാണ്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും മറ്റ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹിന്ദു മുസ്ലിം ഭേദമന്യേ എല്ലാ സമുദായക്കാരുടെയും എല്ലാ മതവിഭാഗങ്ങളുടെ ഇടയിൽ ഈ ബാല്യ വിവാഹങ്ങൾ, ശൈശവ വിവാഹങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. 6 വയസ്സ് 8 വയസ്സുള്ള കുട്ടികളുടെയൊക്കെ വിവാഹം നടത്തുന്ന സാമൂഹ്യ അനാചാരം അല്ലെങ്കിൽ ദുരാചാരം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് മറന്നുകൊണ്ട് നമുക്ക് മലപ്പുറം ജില്ലയിലേക്ക് മാത്രമായിട്ട് ഈ വിഷയത്തെ ചുരുക്കി കാണാൻ കഴിയും. അപ്പോൾ ഇത് 21 വയസ്സായിട്ട് വർദ്ധിപ്പിച്ചാൽ ഏതാണ്ട് 18 വയസ്സായിട്ട് കുറയുമെന്നാണ് എന്റെ വിശ്വാസം. നിയമവും ഒരു കാര്യമാണ്. നിയമം കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. അത് നമ്മുടെ നാട്ടിലെ ഈ സാമൂഹ്യ അന്തരീക്ഷം മെച്ചപ്പെടണം, സാമൂഹ്യമായ പുരോഗതി ഉണ്ടാകണം, സാമ്പത്തിക പുരോഗതി ഉണ്ടാകണം. സ്വാഭാവികമായിട്ടും അതനുസരിച്ചുള്ള മാറ്റം എല്ലാ രംഗത്തുണ്ട്. വിദ്യാഭ്യാസ പുരോഗതി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ മുസ്ലിം കുട്ടികളുടെ തന്നെ നോക്കിയാൽ മതി. മുസ്ലിം കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഇപ്പൊ ധാരാളമായിട്ട് സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകുന്നു. അവരുടെ വിവാഹപ്രായം സ്വാഭാവികമായിട്ടും ഉയർന്നതായിരിക്കും, ഉയർത്തിയാൽ മതിയാവും. അത് വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് ഈ സാമൂഹ്യ അനാചാരങ്ങൾ കുറയും, അതുപോലെ ദുരാചാരങ്ങൾ ഇല്ലാതാകും എന്നുള്ളത് സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിന് നിയമപരമായ ഒരു പിന്തുണ ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളും കേട്ടല്ലോ. അതായത് ഇതൊരു ആരോഗ്യ പ്രശ്നമാണ്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശാരീരികാരോഗ്യം മാത്രമല്ല, മാനസികാരോഗ്യം വരുന്നൊരു പ്രശ്നമാണ്. ഇതിൽ ഒത്തിരി ഘടകങ്ങളുണ്ട്. ഇതൊരു സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഒരു വലിയ ഒരു പ്രോഗ്രസീവായ ഒരു സ്റ്റെപ്പായിട്ട് തന്നെയാണ് ഇതിനെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് രണ്ടുപേരും നോക്കിക്കാണുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനോട് യോജിക്കുന്നുണ്ടോ ശ്രീ രാഹുൽ ഈശ്വർ? ഞാൻ വ്യക്തിപരമായി വളരെ സ്നേഹമുള്ള ആദരവുള്ള രണ്ടുപേരാണ്. ജയശങ്കർ സാറിനെ നമുക്ക് എല്ലാം അറിയാം, കേരളത്തിലെ തന്നെ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനാണ്. ജയസൂര്യജിയും ഒരുപക്ഷെ ഏറ്റവും ഗംഭീരനായ പ്രഭാഷകനാണ്. ഇതിനെ അറിയാം, മാഡത്തെ എനിക്ക് പേഴ്സണലി അറിയില്ല. പക്ഷേ ഒരുപക്ഷെ ഇവർ പറഞ്ഞ രണ്ട് അഭിപ്രായത്തോടും ഞാൻ പൂർണ്ണമായി യോജിക്കുമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. യഥാർത്ഥത്തിൽ ഗുരുജി ഗോൾവൽക്കർ, പൂജനീയ സർസംഘചാലക്, RSSന്റെ 32 വർഷത്തോളം സംഘടനയെ നയിച്ച മഹാബ്രാഹ്മണനായ ഋഷിതുല്യനായ ആ മനുഷ്യനെ വായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അംഗീകരിക്കുമായിരുന്നു. ഗുരുജി ഗോൾവൽക്കർ യഥാർത്ഥത്തിൽ 23 ഓഗസ്റ്റ് 1972 ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ച KR മൽക്കാനിക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം യൂണിഫോം സിവിൽ കോഡിലേക്കുള്ള സ്റ്റെപ്പുകളാണ്. അദ്ദേഹം പറയുന്നു, യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കും. യേ രാഷ്ട്രോം കി വിനാശ് കി കാരൺ ഹെ. യൂണിഫോം സിവിൽ കോഡ് അല്ല, ഇന്ത്യക്ക് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് വേണ്ടത്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ കളക്ടീവ് വർക്കിൽ അദ്ദേഹം പറയുന്നു, യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടപ്പാക്കിയ ജനസംഖ്യാ നിയന്ത്രണം പാശ്ചാത്യ ലോകത്തിന്റെ താല്പര്യമാണ്, വെസ്റ്റേൺ വേൾഡിന്റെ താല്പര്യമാണ്. ജനസംഖ്യ യഥാർത്ഥത്തിൽ നമുക്കൊരു ശക്തിയാണ്. ഇപ്പൊ അവിടെയാണ് നരേന്ദ്രമോദിജിയൊക്കെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഇന്ത്യയുടെ ശക്തിയാണ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ പ്രായം കൂട്ടുക എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയി മാരേജിന്റെ ഏജ് കൂട്ടുക, അതുവഴി ഫെർട്ടിലിറ്റി റേറ്റ് കുറയ്ക്കുക എന്ന നമ്മുടെ ഗ്ലോബൽ പല രാജ്യങ്ങളും ചെയ്യുന്ന ഒരു വിശാല സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അതായത് കല്യാണ പ്രായം പരമാവധി കൂട്ടുമ്പോൾ ഒരു വീട്ടിലെ ഫെർട്ടിലിറ്റി കുറയും. അങ്ങനെ ജനസംഖ്യ നിയന്ത്രണം ഉണ്ടാകുന്ന 50കളിലും 60കളിലും റൂട്ട് ചെയ്ത ഒരു ആശയമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ക്രിസ്ത്യൻ സമുദായം ചെയ്യുന്നത് പോലെ വിവാഹപൂർവ്വ വിദ്യാഭ്യാസമാണ്. കല്യാണത്തിന് മുമ്പ് 3 ദിവസം പള്ളിയിൽ വിവാഹ ശുശ്രൂഷ എന്നോ മാരേജ് എഡ്യൂക്കേഷൻ എന്നോ പറയുന്ന ഒരു പ്രോസസ്. ഇനി ഇത് സംഭവിച്ചുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ ഇവിടെ ഇഷ്യൂ എന്താണ്? അതായത് നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റുകൾ തമ്മിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. കേരളത്തിലെ മാത്രം എടുത്താൽ ഹിന്ദു ഫെർട്ടിലിറ്റി റേറ്റ് 1.53 ആണ്, ക്രിസ്ത്യൻ ഫെർട്ടിലിറ്റി റേറ്റ് 1.7 ആണ്, മുസ്ലിം ഫെർട്ടിലിറ്റി റേറ്റ് ഏകദേശം 2.3 മുതൽ 2.7 വരെയാണ്. നമ്മൾ എപ്പം മാരേജിനെ കുറിച്ച് പറയുമ്പോൾ വഴിയേണ്ട ബേസിക് കണക്ക്, ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീക്ക് 2.1 കുട്ടികൾ ഉണ്ടാകണം. ഇതിനെയാണ് ടോട്ടൽ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ ഒരു സമൂഹം നിലനിന്ന് പോകൂ.
യഥാർത്ഥത്തിൽ ഹിന്ദുക്കളിൽ, വിശിഷ്യ സവർണ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസ് വിഭാഗത്തിന്റെയും ഒക്കെ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നുണ്ട്. മുസ്ലിം ജനവിഭാഗത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് ക്രമാതീതമല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. ഒരു മുസ്ലിം പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഇല്ല, പകരം ഒരു ഹിന്ദു പോപ്പുലേഷൻ ഇംപ്ലോഷൻ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മാരേജ് ഏജ് കൂട്ടിയാൽ ഇപ്പോൾ പോലും 18 നമ്മൾ പറയുന്നല്ലേ ഉള്ളൂ. പക്ഷെ 16 വയസ്സിലെ മുസ്ലിം പെൺകുട്ടി കല്യാണം കഴിക്കാമല്ലോ. നമ്മൾ ബാക്കിയുള്ള സമുദായങ്ങൾക്കെല്ലാം ഒരു ഭാര്യയല്ലേ പറ്റൂ. പക്ഷെ മുസ്ലിങ്ങൾക്ക് ഇപ്പോഴും പോളിഗാമി ആവല്ലോ. നമ്മുടെ ബിഗ് ബോസിലെ ബഷീർ 2 ഭാര്യമാരെ വളരെ പ്രൗഡായിട്ട് ഷോക്കേസ് ചെയ്യുന്ന വ്യക്തിയല്ലേ. 16 വയസ്സായ മുസ്ലിം പെൺകുട്ടികളുടെ 13 വയസ്സായ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹം പഞ്ചാബ് ഹൈക്കോടതി അടക്കം അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 11, 2019 സുപ്രീം കോടതി 2018 അഖില ഹാദിയയുടെ കേസ് വെച്ച് മുസ്ലിം പെൺകുട്ടിക്ക് 18 ആകണോ അതോ 18 ആകാതെ തന്നെ കല്യാണം കഴിക്കാമോ, അവർക്ക് ഫിസിക്കൽ മെച്യൂരിറ്റി മതി എന്നുള്ളതാണ് മുസ്ലിം പേഴ്സണൽ ലോ വെച്ച് വരുന്ന കാര്യം. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത് ഇവിടെ പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരിക. 18 ശേഷമുള്ള പ്രായം കൂട്ടിയാൽ യഥാർത്ഥത്തിൽ അത് ഹിന്ദുക്കൾക്ക് മാത്രമേ രാജ്യവ്യാപകമായി ആപ്ലിക്കബിൾ ആകൂ. അല്ലെങ്കിൽ കേരളത്തിലെ കൂടെ ക്രിസ്ത്യൻ നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ക്രിസ്ത്യൻസിനെ ആപ്ലിക്കബിൾ ആവും. മുസ്ലിം പേഴ്സണൽ ലോ ഉള്ളതുകൊണ്ട് നാളെയും 16 വയസ്സുള്ള ഒരു കുട്ടി കല്യാണം കഴിക്കാം. 2, ഇതൊന്നും രാഹുൽ ഈശ്വറിന്റെ ആരോപണങ്ങളല്ല. എഴുതി വെച്ചിരിക്കുന്ന RSSന്റെ സർസംഘചാലകന്റെ ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും കൂടുതൽ കാലം ഓർഗനൈസറിന്റെ എഡിറ്റർ ആയിരുന്ന മഹാനായ ജേർണലിസ്റ്റ് KR മൽക്കാനിയുടെ ഇന്റർവ്യൂവിൽ KR മൽക്കാനി ഇതേ അത്ഭുതത്തോടെ ഗുരുജിയോട് ചോദിക്കുന്നുണ്ട്, ഗുരുജി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഗുരുജി യഥാർത്ഥത്തിൽ യൂണിഫോം സിവിൽ കോഡ് രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റി വർദ്ധിപ്പിക്കില്ലേ എന്ന്. അപ്പൊ ഗുരുജി പറയുന്നുണ്ട്, സിവിൽ ലോയിൽ ഇടപെട്ടിട്ട് ഒരു കാര്യവുമില്ല. ഒരു വരി കൂടെ അതിൽ വായിക്കാം, അതാണ് അതിലെ ഏറ്റവും പ്രസക്തമായ വരി. ഞങ്ങളിൽ ചിലർ, അതായത് ഹിന്ദുക്കളിലെ ചിലർ, മുസ്ലിങ്ങൾ 4 കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികൾ കൂടുന്നു എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഏക് ഗലത് രാസ്ത ഹെ, ഗുരുജിയുടെ വാക്കുകളാണ്, ഹിന്ദിയിലാണ് ഇന്റർവ്യൂ. ഞങ്ങൾ ഹിന്ദുക്കളിലെ ചിലർക്ക് മുസ്ലിങ്ങൾ 4 കല്യാണം കഴിച്ച് അവരുടെ കുട്ടികൾ കൂടുന്നു എന്നൊരു ധാരണയുണ്ട്. ഇതുകൊണ്ടാണ് ഇവർ യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന് പറയുന്നത്. ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ്, യൂണിഫോം സിവിൽ കോഡ് അല്ല. അടുത്ത ഒരു വരി കൂടെ പറഞ്ഞോട്ടെ. എന്നിട്ട് ഗുരുജി പറയുന്നു, ഇത് യൂണിഫോം ആപ്ലിക്കേഷൻ ഓഫ് ലോ ആണെന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഗുരുജി പറയുന്നു, ഒരു രാജ്യത്തിന് വേണ്ടത് യൂണിഫോമിറ്റി അല്ല, യൂണിറ്റിയാണ്. ഈ യൂണിറ്റി എന്ന് പറയുന്ന കാര്യം ഉണ്ടാകണമെങ്കിൽ ഹാർമണിയും വിവിധതയും ഉണ്ടാകും. ഇനി അടുത്ത ഗുരുജി പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി മുസ്ലിങ്ങൾ സ്വയം മനസ്സിലാക്കി അവർക്ക് 4 കല്യാണം കഴിക്കേണ്ട, 1 മതി എന്ന തിരിച്ചറിവിലേക്ക് എത്തുകയാണെങ്കിൽ ഞാൻ അതിനെതിരെ സ്വാഗതം ചെയ്യും. പക്ഷേ മുസ്ലിം പേഴ്സണൽ ലോയിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാലം സംഘത്തെ നയിച്ച വ്യക്തിയാണ്. അവിടെയാണ് എല്ലാം ജനുവിനാണ്, അംഗീകരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താ? 18 വയസ്സാകുമ്പോ അല്ലെങ്കിൽ സബ്സിക്വന്റ് വളരുന്ന ഏജിൽ മാരിറ്റൽ എഡ്യൂക്കേഷൻ കൊടുക്കുക. ഈ മാരിറ്റൽ എഡ്യൂക്കേഷൻ ഫാമിലി എഡ്യൂക്കേഷൻ കൊടുക്കുക. അമേരിക്കയിൽ കൊളറാഡോ പോലുള്ള സംസ്ഥാനങ്ങളിൽ മാരിറ്റൽ എഡ്യൂക്കേഷൻ ലോ ഉണ്ട്. അർജിത് പസായത്ത് സുപ്രീം കോടതി ജഡ്ജിയുടെയും ജസ്റ്റിസ് കിരുബകരന്റെയും വിധികളുടെ ബേസിൽ ഞങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റ് ഇരുന്നപ്പോൾ ഒരു മാരിറ്റൽ എഡ്യൂക്കേഷൻ ബില്ല് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹിന്ദു ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് അഡ്രസ് ചെയ്യാതെ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ അതൊരു ഉദ്ദേശത്തിലേക്ക് എത്തില്ല. വ്യക്തം. ഡോക്ടർ മേരി റെജീന, ഈ വിഷയത്തെ ഒരു അധ്യാപികയാണ്, ഒരു അമ്മയാണ്, എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിലൊരു വലിയൊരു ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് വളരെയധികം ഡോക്ടർമാർ പറയുന്നുണ്ട്. സ്ത്രീ സമൂഹം എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഞാൻ ഈ വിഷയത്തെ 3 തലങ്ങളിൽ, ഞാൻ എന്ന വ്യക്തി തന്നെ 3 സ്ഥലത്ത് നിന്നുകൊണ്ട് നോക്കിക്കാണുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഒന്ന്, സിറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ അംഗം എന്ന നിലയിൽ ഞാൻ ഇതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. അതിന് പറയാൻ ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. കാരണം ഇത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന ഉദ്ദേശങ്ങളൊക്കെ അഡ്വക്കേറ്റ് ജയസൂര്യ ഇവിടെ ഷെയർ ചെയ്തതുപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട്, സൈക്കോളജിക്കൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു പക്വത നേടിയിട്ട് മതി, ഇംപ്രൂവ്മെന്റ് ഓഫ് ന്യൂട്രീഷണൽ ലെവൽസ്, ഇതൊക്കെയാണ് മാൻഡേറ്റ് ആയിട്ട് ശ്രീമതി ജയ ജെയ്റ്റ്ലി പഠിക്കുന്ന ആ കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കുക, എത്രയാണ് വിവാഹപ്രായം ആകണം എന്നുള്ളത്. പ്രധാനമന്ത്രിജി അത് 21 വയസ്സാക്കുമെന്ന് പറഞ്ഞിട്ടില്ല, നമ്മളാണ് പുറത്ത് അത് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു ഫസ്റ്റ് റിവിഷനിൽ 40 വർഷം കൂടിയപ്പോൾ, 40 ഇയേഴ്സ്, 40 വർഷം കൂടിയിട്ടാണ് സ്ത്രീയുടെ വിവാഹപ്രായത്തെക്കുറിച്ച് ഭാരതം ചിന്തിക്കുന്നത്. വളരെ സ്വാഗതാർഹമായ ഒരു ചിന്തയാണത്. അതിലേക്ക് നയിക്കുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീ ശാക്തീകരണവും സ്ത്രീകളുടെ സുരക്ഷയും സംരക്ഷണവും എന്താ പറയുക, മേലിലേക്ക് വരാനുള്ള ഒരു പാത നയിക്കലും ഒക്കെ ആണെങ്കിൽ, ഈ പറയുന്ന ഉദ്ദേശങ്ങളാണെങ്കിൽ തീർച്ചയായും അതിനെ സ്വാഗതം ചെയ്യുന്നു.
ഒന്ന്. രണ്ട്, കേരളത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഇപ്പൊ തന്നെ ഒരു ശരാശരി വിവാഹ പ്രായം എന്നുള്ളത് മലയാളി പെൺകുട്ടികൾക്ക് 21 മുകളിലാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് 23 അടുക്കുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും ഒക്കെയുള്ള പശ്ചാത്തലം ഒരുപാട് മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ അതൊരു വലിയ അതിശയമല്ല 21. കാരണം കേരളത്തെക്കുറിച്ചുള്ള കണക്കുകൾ പറയുന്നത്, സർക്കാർ കണക്കുകൾ പറയുന്നത് 18 വയസ്സിൽ താഴെ വിവാഹിതരാവുന്നവരുടെ പെർസെൻറ്റേജ് 0.9 മാത്രമാണ് എന്നുള്ളതാണ്. 18-നും 20-നും ഇടയ്ക്ക് 25% പെൺകുട്ടികൾ വിവാഹിതരാവുന്നു. 74% പെൺകുട്ടികളും ഇപ്പോൾ 21 വയസ്സിന് മുകളിലാണ് കേരളത്തിൽ വിവാഹിതരാകുന്നത്. എന്നാൽ ഇനി ഞാൻ മൂന്നാമത്തെ പെർസ്പെക്റ്റീവ് എടുക്കുകയാണ്. അപ്പൊ ഞാൻ ഉൾപ്പെടുന്ന സമുദായത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു, കേരളത്തിന്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞു. നമുക്കെല്ലാം ശാന്തമാണ്, സ്വീകാര്യമാണ്, നമ്മൾ ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിൽ തർക്കിക്കേണ്ട കാര്യം വരുന്നില്ല. എന്നാൽ ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവ് എടുക്കുമ്പോൾ അഡ്വക്കേറ്റ് ജയസൂര്യ തന്നെ ഇവിടെ പറഞ്ഞു, 27% പെൺകുട്ടികളും 18 വയസ്സിൽ താഴെ വിവാഹിതരാകുന്നു എന്നുള്ളത്. എനിക്ക് അവിടെ സൂചിപ്പിക്കാനുള്ളത് ഇത് യൂണിസെഫിന്റെ കണക്കാണ്. നമ്മുടെ കൈകളിലുള്ള കണക്കുകൾ പ്രകാരം വെറും 2.3% പെൺകുട്ടികൾ മാത്രമാണ് 18 വയസ്സിൽ താഴെ വിവാഹിതരാകുന്നത്. അപ്പൊ ഈ കണക്കുകൾ തമ്മിലുള്ള അന്തരം എന്താണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ ശൈശവ വിവാഹങ്ങൾ നടക്കുന്നുണ്ട്, എന്നാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, നമ്മൾ വച്ചിട്ടില്ല എന്നുള്ളത്. അഡ്വക്കേറ്റ് ജയസൂര്യ പറഞ്ഞ കണക്ക് ശരിയാണ് എന്ന് ഞാനും വിശ്വസിക്കുന്നു. 27% താഴെ പെൺകുട്ടികൾ 18 വയസ്സിന് മുന്നേ, ഇപ്പോഴുള്ള നമ്മുടെ പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006 പ്രകാരം 18 വയസ്സാകണം വിവാഹിതരാകാൻ എന്ന് ഇതിൽ പ്രേക്ഷകർ ദയവായി ശ്രദ്ധിക്കണം. പക്ഷെ അവിടെ ഈ രാഹുൽജി പറഞ്ഞ സൂചിപ്പിച്ച 16 വയസ്സിൽ വിവാഹിതരായി എന്നുള്ളതിന് അതിനൊരു ക്ലോസ് ഉണ്ട്. ഈ വിവാഹം കഴിഞ്ഞ് പ്രായപൂർത്തിയായി കഴിഞ്ഞാലും 2 വർഷം അവർക്ക് കൊടുക്കുന്നുണ്ട് ഈ വിവാഹത്തിൽ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ, ഈ മൈനറായിട്ട് വിവാഹിതരാകുന്ന വ്യക്തിക്ക്. അപ്പൊ അതിന്റെ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് ജയശങ്കറിനും അഡ്വക്കേറ്റ് ജയസൂര്യക്കും അതെന്നേക്കാൾ അറിയാം. പക്ഷെ ഇന്ത്യ മൊത്തക്കും എടുക്കുമ്പോൾ എന്തുകൊണ്ട് 27% പെൺകുട്ടികൾ 18 വയസ്സിന് മുൻപേ മാതാപിതാക്കൾ വിവാഹം ചെയ്ത് അയക്കുന്നു എന്നതിനെ കുറിച്ച് എൻ്റെ പുരുഷ സുഹൃത്തുക്കൾ ഇവിടെ സംസാരിക്കുന്നവർ ചിന്തിക്കണം, അല്ലെങ്കിൽ മൊത്തം ആളുകൾ ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം എന്താണ് ഇതിനുള്ള കാരണം? 27% പെൺകുട്ടികൾ അങ്ങനെ പോകാനുള്ള കാരണം എന്താന്ന് നോക്കുമ്പോൾ ദാരിദ്ര്യം ഒരു കാരണമാണ്. മൊത്തം ഇന്ത്യയുടെ പിക്ചർ എടുക്കുമ്പോൾ, കാരണം ഒരാളെ കുറച്ച് തീറ്റിയാൽ പോരെ എന്നുള്ളതാണ് അപ്പനും അമ്മയും ചിന്തിക്കുക. രണ്ടാമത് പാരമ്പര്യം, അവരുടെ സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ പാരമ്പര്യം, സമ്മർദ്ദങ്ങൾ ഒക്കെ അതിൽ വരുന്നുണ്ട്. മൂന്നാമത് ഇന്നും കർഷകർ ആണ് കൂടുതലും ഉള്ളത്. അപ്പൊ അവിടെ പണ്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സ്ത്രീകളോട്, നീ പോയി പഠിച്ചിട്ട് ഇനി കളക്ടറായിട്ട് വേണ്ട ഈ കുടുംബത്തിൽ നിന്ന്. ഇപ്പോഴും ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. പെൺകുട്ടികളോട് പറയുന്നത്, നീ വന്ന ജോലി ചെയ്യാൻ പ്രാപ്തിയാവുന്നോടെ മുതൽ ആ കുട്ടി വീട്ടിലെ ജോലികളും കൃഷി അനുബന്ധ മേഖലകളിലും സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളിലും സഹായിക്കുക എന്നുള്ളത് അവിടെ ഒരു ആവശ്യമായി വരികയാണ്. അപ്പൊ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ ഞാൻ വീണ്ടും ഒരു കാര്യം, 2 പോയിന്റ് കൂടെ പറയാം. ഒന്ന്, ഇതൊരു പാട്രിയാർക്കൽ സൊസൈറ്റി തന്നെയാണ്. അല്ല എന്ന് പറയാൻ പറ്റുമോ? ഭാരതത്തിൽ എടുത്താല് ഈ പാട്രിയാർക്കിയിൽ സ്ത്രീകൾ ഇന്നും എവിടെയാണ് നിൽക്കുന്നത്? അവിടെ സ്ത്രീക്ക് സ്വന്തമായ അഭിപ്രായമുണ്ടോ? സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീ സമത്വത്തെക്കുറിച്ചും നമ്മൾ ഒരുപാട് പറയുന്നു. ഇത് വെറും ഒരു അധര വ്യായാമമല്ല. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കൈവച്ചിട്ട് ഏതെങ്കിലും ഒരു പുരുഷന് പറയാൻ പറ്റുമോ, ഞാൻ ആത്മാർത്ഥമായി ആർജവത്തോടു കൂടി പറയുന്നു നീ എനിക്ക് തുല്യമായിരിക്കണം എന്ന് ഇന്ത്യയിൽ എവിടെയും പറയുന്നില്ല. സ്ത്രീ ഒരു 2ാം കിട സിറ്റിസൺ തന്നെയാണ്. അവളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചുരുക്കി പറയുന്നു, എനിക്ക് ഇത്രയേ ഉള്ളൂ. ഇത് തികച്ചും നല്ല തീരുമാനമാണ്. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, വിദ്യാഭ്യാസം കൂടുന്നതനുസരിച്ച് സാമൂഹ്യ പശ്ചാത്തലം മെച്ചപ്പെടുന്നതനുസരിച്ച് സ്വാഭാവികമായി തന്നെ ഒരു നിയമവുമില്ലാതെ ഈ നിയമത്തിലേക്ക് എത്തും സ്ത്രീകൾ. പക്ഷെ ഇന്ത്യയിൽ ഇത് നടപ്പാക്കാനുള്ള മറ്റ് സാഹചര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം ആദ്യം കൊടുക്കണം, സമൂഹത്തിനുള്ള ബോധവൽക്കരണം കൊടുക്കണം. അത് സ്ത്രീക്ക് മാത്രമാകരുത് ബോധവൽക്കരണം, പുരുഷനും കൊടുക്കണം. അഡ്വക്കേറ്റ് ജയസൂര്യൻ,
ജയസൂര്യ, ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഡോക്ടർ മേരി റെജീന പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമല്ലേ? അതായത് 27% ഇത്തരത്തിലുള്ള ശൈശവ വിവാഹങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നടപ്പാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായൊരു നിയമമുണ്ട്. 2006 ചൈൽഡ് മാരേജ് ആക്ട് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അതൊക്കെ ഇവിടെ കൃത്യമായി നടപ്പാക്കാത്തത് കൊണ്ടല്ലേ ഇത്തരത്തിലുള്ള മാരേജസ് ഒക്കെ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നത്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഉത്തരം ഈ പറയുന്ന 21 വയസ്സാക്കലാണോ? അതിനുള്ള ഉത്തരമാണോ അത്? മൂന്നാമത്തെ കാര്യം, ഇവിടെ പ്രായോഗികമായി നടപ്പാക്കുന്ന ഒരു കാര്യം പറഞ്ഞു. കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ഇത് വളരെ പ്രോഗ്രസീവ് ആയിരിക്കാം. എന്നാൽ ഇന്ത്യയുടെ ഒരു വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടപ്പാക്കുന്നതിന്റെ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലേ? അങ്ങനെയൊക്കെ കണക്കാക്കുമ്പോൾ നമ്മുടെ പ്രശ്നത്തിനുള്ള ഉത്തരമാണോ ഈ ഒരു നിർദ്ദേശം? ഈ ഒരു നിർദ്ദേശം ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയുള്ള ഏക പരിഹാരം അല്ല. എന്നാൽ ഒരു പ്രധാനപ്പെട്ട ഒരു പരിഹാരമാണ് താനും. അതായത് ഇങ്ങനെ ഏതെങ്കിലും ഒരു നിയമം ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം അത് അതേപടി പരിപാലിക്കപ്പെടുകയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ സ്ത്രീധനവും കൊലപാതകവും ഒക്കെ പണ്ടേ അപ്രത്യക്ഷമാകുമായിരുന്നു. അതിനൊക്കെ എതിരെ ശക്തമായ നിയമങ്ങളും ശിക്ഷയും ഒക്കെ ഈ രാജ്യത്തുണ്ടല്ലോ. പക്ഷേ ഇന്നും ഇതൊക്കെ നിർബാധം നടക്കുന്നു എന്ന് പറഞ്ഞാൽ നിയമം കൊണ്ട് ഒരു സമൂഹത്തെ പരിപൂർണമായും രക്ഷപ്പെടുത്തുക അസാധ്യമാണ്. അവയർനെസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം. പക്ഷെ ആ അവയർനെസ്സിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന് സമൂഹത്തിനൊരു ബെഞ്ച് മാർക്ക് നിർദ്ദേശിക്കേണ്ടതുണ്ട് ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഭരണകൂടം നിശ്ചിതമായിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കി വെച്ചാൽ ആ നിയമത്തോട് അനുകൂലമായി ജീവിക്കാനുള്ള സാമൂഹികമായ സന്നദ്ധതയാണ് ഈ പരിഷ്കാരത്തിലേക്ക് നയിക്കുക. ആ ഒരു ലക്ഷ്യത്തോടു കൂടി ആയിരിക്കാം പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് ഇത്തരം നിർദ്ദേശങ്ങളും നിയമങ്ങളും ഉണ്ടാവുന്നതും അതുകൊണ്ടായിരിക്കാം. പക്ഷെ സാമൂഹികമായിട്ടുള്ള അവബോധമാണ് ഇതിന് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. സാമൂഹിക അവബോധം ഇല്ല എങ്കിൽ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ 27% എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന കാര്യം കൂടിയാണെന്ന് പറയുമ്പോൾ ഇത് കേവലം ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം കാര്യമല്ല. ഹിന്ദുക്കളുടെ ഇടയിലും ഈ 18 വയസ്സിന് താഴെയുള്ള വിവാഹം അഖിലേന്ത്യാ തലത്തിൽ നോക്കുമ്പോൾ ധാരാളം നടക്കുന്നുണ്ട്. അത് എല്ലാ മതവിഭാഗങ്ങളിലും നടക്കുന്നുണ്ട് അഖിലേന്ത്യാ തലത്തിൽ നോക്കുമ്പോൾ. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയൊരു മറുവശം കൂടി ഇപ്പോൾ സമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വലിയൊരു തമാശയാണ്. ഇപ്പൊ ഞാനൊരു പാലാക്കാരനാണ്. പാലാ രൂപതയില് RC റോമൻ കാത്തലിക്സിന്റെ ഇടയിൽ നടത്തിയ ഒരു പഠനം, അവിടെ പാലാ രൂപതയിൽ മാത്രം വിവാഹം കഴിക്കാൻ കഴിയാതെ നിൽക്കുന്ന പുരുഷന്മാരുടെ എണ്ണം 5000-ലധികമാണ്. ഈ 5000 പുരുഷന്മാർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, സാമാന്യ ഇഷ്ടം പോലെ റബ്ബർ തോട്ടമുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വിവാഹം നടക്കുന്നില്ല. പണമില്ലാഞ്ഞിട്ടല്ല, റബ്ബർ തോട്ടം ഇല്ലാഞ്ഞിട്ടല്ല, PG വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല. പിന്നെ എന്താണ് പ്രശ്നം? പ്രശ്നം ഇതാണ്, അവരുടെ സമൂഹത്തിൽ, റോമൻ കാത്തലിക്സ് സമൂഹത്തില് പെൺകുട്ടികൾക്കെല്ലാം ആൺകുട്ടികളെക്കാൾ വിദ്യാഭ്യാസം കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ പെൺകുട്ടികൾ പറയുന്നു, ഒപ്പമെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്ത ചെറുക്കനെ എനിക്ക് ആവശ്യമില്ല. അങ്ങനെ വന്നാൽ വിദ്യാഭ്യാസം കൊണ്ട് സ്ത്രീകളോടൊപ്പം നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. ഇത് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പാലാ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനിടയിൽ അതിഭീകരമാണ്. 30 വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാൻ കഴിയാതെ വരുന്ന സവർണ ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെയുള്ളവരുടെ എണ്ണം അതിഭീകരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു നിയമം കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതായത് വിവാഹപ്രായം മിനിമം ഇത്ര എന്നല്ലേ പറയുള്ളൂ, മാക്സിമം ഇത്ര എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഒരു നിയമത്തിന് ഉപരി ഒരു വലിയ അവയർനെസ്, അവബോധം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അത് വിവാഹത്തിലേക്ക് എങ്ങനെയാണ് വരേണ്ടത് എന്നും വിവാഹം കഴിച്ചാൽ പിന്നീട് എങ്ങനെയാണ് എന്നും എല്ലാ തരത്തിലും ഈ അവയർനെസ് വളരെ ആവശ്യമാണ്. ആരോഗ്യകരമായിട്ടുള്ള ഒരു കുടുംബജീവിതവും വിവാഹ ജീവിതവും എല്ലാം നിയമത്തിൽ മാത്രം ഊന്നി നിൽക്കുന്നതല്ല. നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൈഡൻസ്, നിയമത്തിന് അപ്പുറമുള്ള അവബോധത്തിലേക്ക് നമ്മൾ ഉയരേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരു സൂചന മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അഡ്വക്കേറ്റ് A. ജയശങ്കർ, അതായത് നമുക്കിവിടെ വോട്ട് ചെയ്യാൻ 18 വയസ്സ് മതി, അല്ലെങ്കിൽ നമുക്കൊരു കോൺട്രാക്റ്റിൽ ഒപ്പിടാൻ അല്ലെങ്കിൽ 18 വയസ്സ് മതി, നമ്മൾ ഭൂമി ഇടപാടുകളിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ 18 വയസ്സ് മതി. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും 18 വയസ്സ് മതി എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നു. ലോകരാഷ്ട്രങ്ങളിൽ 143 രാജ്യങ്ങളിൽ 18 വയസ്സാണ് വിവാഹപ്രായം. ഈ കണക്കുകളൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ വിവാഹത്തിന് മാത്രം ഇങ്ങനെ ഒരു 21 എന്ന നിലയിലേക്ക് നമ്മൾ ഒരു ഐഡിയ കൊണ്ടുവരുന്നത് കൊണ്ട് എന്തായിരിക്കും അതുകൊണ്ടുള്ള നേട്ടം? നമ്മള് ആധാരം എഴുതി ഒപ്പിടാനുള്ള അവകാശം പോലെയല്ല, അത് ഒരു തവണ ഒപ്പിട്ടോടി പ്രശ്നം തീർന്നു. പാർലമെന്റിലേക്ക് നമ്മൾ കോൺഗ്രസിന് വോട്ട് ചെയ്താലും BJPക്ക് വോട്ട് ചെയ്താലും അത് ദേശീയ തലത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളുടെ തീരുമാനം മിക്കപ്പോഴും തെറ്റായിരിക്കും.
അതുകൊണ്ടാണല്ലോ നമ്മുടെ ഭരണകർത്താക്കൾ അവർക്ക് തോന്നുന്ന രീതിയിൽ ഭരിക്കുന്നത്. അതുപോലത്തെ ഒരു പ്രശ്നമല്ല ഇത്, അവനവനെ നേരിട്ട് ബാധിക്കുന്നത്. അതിനെക്കൊണ്ട് സാമൂഹ്യമായ പുരോഗതി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇവിടെ ശ്രീ ജയസൂര്യൻ സൂചിപ്പിച്ച പോലെ കേവലം 18 വയസ്സ് 21 വയസ്സാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ 20 വയസ്സാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രം ഇതിന്റെ ലക്ഷ്യം നേടുകയില്ല. നേരെ മറിച്ച് ആരോഗ്യമുള്ള, മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും വിവാഹപ്രായം വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഗുരുജി വളർത്തുന്നത് എന്ത് തന്നെ എഴുതിച്ചാലും പറഞ്ഞാലും ഈ ജനസംഖ്യ കുറയേണ്ട ആവശ്യം തന്നെയാണ്. നമ്മുടെ രാജ്യം വലിയ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞ അവസരത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വൈകാതെ നമ്മൾ ചെറിയ മറികടക്കും. ലോകത്ത് ഒരു കാര്യത്തിൽ മാത്രം ഇല്ലെങ്കിൽ ഒന്നാം സ്ഥാനം അവകാശപ്പെടാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ കാര്യങ്ങൾ പോകും. അപ്പോൾ വിവാഹപ്രായം വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രം സാമൂഹ്യ പുരോഗതി ഉണ്ടാവില്ല. പക്ഷെ തീർച്ചയായിട്ടും സാമൂഹ്യ പുരോഗതിയെ ത്വരിതപ്പെടുത്തുന്ന ഒരു ഘടകം ഈ നിയമം തന്നെയാണ്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. പട്ടികജാതി പട്ടികവർഗക്കാരുടെ ആ പ്രശ്നങ്ങൾ ഇപ്പൊ സ്വാതന്ത്ര്യം 78 കൊല്ലം പോകുന്ന സമയത്ത് പരിഹരിക്കപ്പെട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് നിയമപരിരക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട്, സംവരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വ്യവസ്ഥകൾ. ഈ വ്യവസ്ഥകളൊക്കെ ഉണ്ടും അത് പലപ്പോഴും അട്ടിമറിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും അവർക്ക് നമ്മളെ ബഡ്ജറ്റിൽ വകവയ്ക്കുന്ന സംഖ്യ കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പരാതികൾ ഉണ്ടാകുന്നുണ്ട്. പരാതികളല്ല, യാഥാർത്ഥ്യങ്ങളാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ ദയനീയമായ രീതിയിൽ തുടരുന്നു എന്ന് കരുതി ഈ സ്വാതന്ത്ര്യം കിട്ടി 75 കൊല്ലം കഴിഞ്ഞിട്ട് ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ നിയമനിർമ്മാണങ്ങളുടെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിട്ട് പോലും കിട്ടുന്നില്ല. അപ്പൊ അതില്ലെങ്കിലത്തെ സ്ഥിതിയായിരിക്കും. ഇവിടെ 18 വയസ്സ് മുതൽ 21 വയസ്സാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ദോഷവും വരാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അത് ഒരു പരിധിവരെയെങ്കിലും ഗുണകരമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രവുമല്ല, ഇപ്പൊ കേരളത്തിന്റെ ഉദാഹരണം തന്നെ നമ്മുടെ മേരി റജീന പറയുന്നത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളം എന്തുകൊണ്ടാണ് നമ്പർ എന്ന് പറയുന്നത് ഏത് കാര്യത്തിലും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമാണ്. വിദ്യാഭ്യാസം സാർവത്രികമാകുന്നതോടുകൂടിയിട്ട് സ്വാഭാവികമായിട്ടും ആരോഗ്യരംഗത്ത് പുരോഗതി ഉണ്ടാവും. ആരോഗ്യരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതനുസരിച്ച് സാമൂഹ്യ രംഗത്ത് പുരോഗതി ഉണ്ടാവും. സാമൂഹ്യ രംഗത്ത് പുരോഗതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിവാഹപ്രായം വർദ്ധിക്കും. വിവാഹം കഴിക്കുന്ന പ്രായം കൂടുതലായിരിക്കും എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ജനസംഖ്യ കുറയും. വിദ്യാഭ്യാസമുള്ള കുടുംബങ്ങൾ നോക്കുക, മുസ്ലിം കുടുംബങ്ങളിൽ 2 കുട്ടി ഉണ്ടാവുള്ളൂ, ഏറ്റവും കൂടി 3 കുട്ടി ഉണ്ടാവുള്ളൂ. അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ മുസ്ലിങ്ങൾക്ക് താത്വികമായിട്ട് 4 ഭാര്യമാർ വരെ ആകാമെങ്കിലും നമ്മുടെ നാട്ടിലൊന്ന് അന്വേഷിച്ചു പോകും. ഒന്ന് ഇറങ്ങി റോഡിൽ ഇറങ്ങി നടക്കും. എന്റെ വീട് ആലുവയിലാണ്. ആലുവ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ആലുവയിൽ എത്ര മുസ്ലിങ്ങൾക്ക് 4 ഭാര്യ ഉണ്ട്? എന്റെ അറിവിൽ ഒരാൾക്കും ഇല്ല. 4 ഭാര്യ പോയിട്ട് 2 ഭാര്യ പോലും ഇല്ല. എല്ലാവർക്കും എന്റെ അറിവിലും പരിചയത്തിലും ഒരു ഭാര്യ തന്നെ ഉള്ളൂ. കാരണം ഒരു ഭാര്യയെ കൊണ്ടുനടക്കാനുള്ള പാഠം അവർക്ക് അറിയുള്ളൂ. പിന്നെയാണ് 4 ഭാര്യ. നമുക്ക് താത്വികമായിട്ട് പലതും പറയാം. പക്ഷെ പ്രായോഗികമായിട്ട് ഒരു ഭാര്യ തന്നെ ഉള്ളൂ. മാത്രവുമല്ല, ആലുവ വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണ്. രാഹുൽ ഈശ്വർ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വരും, ഞാൻ പരിചയപ്പെടുത്തി തരാം. കഴിഞ്ഞതിന് മുമ്പത്തെ ജനറേഷനിൽ തന്നെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ബിരുദാനന്തര ബിരുദധാരിയും ഒക്കെ ആയ സ്ത്രീകൾ ഉണ്ടായിട്ടുള്ള പ്രദേശമാണ്. അല്ലാതെ അങ്ങനെ പ്രാകൃതരായിട്ടുള്ള ആളുകളൊന്നുമില്ല. അപ്പൊ മലപ്പുറം ജില്ലയെ നമുക്ക് ആലുവയുടെ നിലവാരത്തിലേക്ക് കൊണ്ടുവരണം. അതിന് ഇങ്ങനെയുള്ള നിയമനിർമ്മാണങ്ങൾ ആവശ്യമായിട്ട് വരും. തീർച്ചയായിട്ടും ആവശ്യമാണ്. ഞാൻ അതിനെ പരിപൂർണമായിട്ടും പിന്തുണക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഈ സ്ത്രീകളുടെ വിവാഹപ്രായം വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിൽ പുരുഷന്മാരെ വർദ്ധിപ്പിക്കുന്നതാണ് എന്റെ അഭിപ്രായം. റൈറ്റ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ പറഞ്ഞൊരു കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. അത് താങ്കൾക്ക് മറുപടിയുള്ള സമയമുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. NCBയുടെ കണക്കനുസരിച്ച് 2017 മാത്രം 15-നും 19-നും ഇടയിൽ പ്രായമുള്ള 35,000 സ്ത്രീകളാണ് പ്രസവവും മറ്റുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നതിനൊക്കെ കൃത്യമായ ഡേറ്റ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ കണക്കാക്കുമ്പോൾ ഇതിൽ താങ്കൾ ആരോപിക്കുന്ന പോലുള്ള ആ ഒരു കാര്യമുണ്ടോ? അതിനേക്കാളും ഒക്കെ എത്രയോ പോസിറ്റീവായിട്ടൊന്നുമല്ല. ഈ കണക്കുകളിൽ പലതും ഫഡ്ജ് ചെയ്തിരിക്കുന്നതാണ്. ഈ കണക്കുകളിൽ പലതും ഫഡ്ജ് ചെയ്തൊരു നെറേറ്റീവ് ബിൽഡിങ്ങിന് വേണ്ടി ശ്രമിക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണം, August 31, 2018 ഇന്ത്യയുടെ ലോ കമ്മീഷൻ കൊടുത്തത് പുരുഷന്റെ പ്രായം കുറയ്ക്കണമെന്നാണ്. 18 ആക്കണം സ്ത്രീക്കും പുരുഷനും എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. റാഷണേല് വേറെയാണ്. September 11, 2019, September 29, 2018 പഞ്ചാബ് ഹൈക്കോടതി 15 വയസ്സുള്ള ഒരു കുട്ടിയെ, 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ അനുവദിക്കുകയും കുട്ടിക്ക് പ്രായപൂർത്തിയായി, അതായത് മുഹമ്മദൻ ലോ പ്രകാരം ഫിസിക്കൽ മെച്യൂരിറ്റിയും മെജോറിറ്റി ഏജും സെയിം ആണ്. അതുകൊണ്ട് കുട്ടിക്ക് 15 വയസ്സ് കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. ഇപ്പം തന്നെ നോക്കൂ, ഇപ്പൊ നമുക്ക് നിയമമില്ലേ? പക്ഷെ മുസ്ലിം പെൺകുട്ടിക്ക് 16 വയസ്സിലും 15 വയസ്സിലും കല്യാണം കഴിച്ചൂടെ? അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ലെങ്കിൽ ഹൈക്കോടതി അത് വാലിഡേറ്റ് ചെയ്ത് കൊടുക്കൂ. നമ്മൾ ആരോടായി പറയണേ? നമ്മൾ എയറിൽ ഷൂട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇപ്പോഴത്തെ നിയമം 2006 ചൈൽഡ് മാരേജ് ആക്ട് ഉണ്ടെന്നിരിക്കട്ടെ, ഒരു മുസ്ലിം പെൺകുട്ടിക്ക് 15-നും 16-നും 17-നും ഇപ്പോഴും കല്യാണം കഴിക്കാം.
അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ലോ പറച്ചിലല്ലാതെ ആപ്ലിക്കേഷനിൽ വരുന്നില്ല. രണ്ട്, ഞാൻ വ്യത്യസ്ത ഹൈക്കോടതി വിധികളാണ് പറഞ്ഞത്. അതായത് ഗംഗാധരൻ സാറിന് ആപ്ലിക്കബിൾ പോലല്ല, സിവിൽ ലോ ഹിന്ദുവിനും മുസ്ലിമിനും വ്യത്യാസമാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 50 വർഷങ്ങളോളം നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിരുന്നത് ജനസംഖ്യ ഒരു ലയബിലിറ്റിയാണ് എന്നാണ്. ജനസംഖ്യ നമുക്ക് യഥാർത്ഥത്തിൽ എന്തോ നഷ്ടവും ഉത്തരവാദിത്വം കൂടുതലും ലയബിലിറ്റി എന്നാണ്. ഇന്ന് നമ്മൾ പറയുന്നത് പോപ്പുലേഷൻ ഒരു അസറ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ആയിരിക്കും ഒരുപക്ഷെ ശ്രീ നരേന്ദ്രമോദി ഡെമോഗ്രഫിക് ഡിവിഡൻഡ് നമ്മുടെ ശക്തിയാണ് എന്ന് പറയുന്നത്. ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പോപ്പുലേഷൻ തന്നെയാണ്. ഇതിനെ കുറച്ചുകൂടി അക്കാഡമിക് ടേം എന്നേ ഉള്ളൂ. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രധാനമന്ത്രി നട്ടെല്ല് നിവർത്തി ഡെമോഗ്രഫിക് ഡിവിഡൻഡ് നമ്മളുടെ ശക്തിയാണെന്നും ഈ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും ഈ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എങ്ങനെ ഉണ്ടാകും? റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റിലെങ്കിലും ഉണ്ടാവുമോ? ഏതെങ്കിലും രീതിയിലുള്ള പോപ്പുലേഷനിലെങ്കിലും ഉണ്ടാവുമോ? അവിടെയാണ് നമുക്ക് അതിനർത്ഥം ഒരു വീട്ടിൽ 10 കുട്ടി വേണമെന്നല്ല. ഓവർ പോപ്പുലേഷൻ ഒരു പ്രശ്നമാണ്, അണ്ടർ പോപ്പുലേഷൻ അതേപോലെ പ്രശ്നമാണ്. നമുക്ക് വേണ്ടത് ഒപ്റ്റിമം പോപ്പുലേഷൻ ആണ്. ഓൾറെഡി ഹിന്ദു ജനസംഖ്യ കേരളത്തിൽ കഴിഞ്ഞ 50 വർഷം എടുത്തു നോക്കിയാൽ, അതായത് 60കളിലെ സെൻസസിൽ നിന്ന് ഇപ്പം വരെ 7% മുതൽ 8% കുറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ജനസംഖ്യ 60കളിലെ സെൻസസിൽ 17%, ഇപ്പോൾ അത് 27%. ഇത് മുസ്ലിങ്ങളുടെ ക്രമാതീതമായ വളർച്ചയല്ല, ഹിന്ദുക്കളുടെ ക്രമാതീതമായ കുറച്ചിലാണ്. അപ്പോ ഈ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് എങ്കിലും വേണം എന്ന ആശയമാണ് നമ്മൾ മുമ്പോട്ട് വെക്കേണ്ടത്. ഓൾറെഡി 1.53 ആണ് കേരളത്തിന്റെ മാത്രം കോണ്ടെക്സ്റ്റ്. ക്രിസ്ത്യാനികളിലും കുറവാണ്, 1.7 ആണ്. മുസ്ലിങ്ങൾക്ക് ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ഹൈ അല്ല. അപ്പോ യഥാർത്ഥത്തിൽ ഫെർട്ടിലിറ്റി റേറ്റ് ഉയർത്തുകയും ഒരു ഫാമിലിയിൽ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് വേണം, ഡെമോഗ്രഫിക് ഡിവിഡൻഡ് വേണം എന്ന ആശയമാണ് നമ്മൾ ഉയർത്തേണ്ടത്. അത് നരേന്ദ്രമോദിജി സട്ടിലായിട്ട് പല അവസരങ്ങളിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന വാക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ജനസംഖ്യ നമ്മുടെ ലെവൽറ്റി അല്ല. ഒരു വരി കൂടെ പറയാം. ലോകാരാധ്യനായ പോപ്പ് യൂറോപ്പിനെ കുറിച്ച് പറഞ്ഞത്, യൂറോപ്പ് ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഡെമോഗ്രഫിക് വാക്യൂം. പോപ്പിന്റെ എക്സാക്ട് വാക്കുകളാണ്. യൂറോപ്പിലെ സ്ഥിതി അല്ലല്ലോ ഇന്ത്യയിലെ. യൂറോപ്പിന്റെ മോഡലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സോക്കോൾഡ് ഡെവലപ്മെന്റ് മോഡൽ എന്ന് എടുത്തിരിക്കുന്ന പല കാര്യങ്ങളും യൂറോപ്പിന്റെ മോഡലിനെയും സ്കാൻഡിനേവിയൻ കൺട്രീസിന്റെ മോഡലിനെയും വെച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മോഡൽ ഫ്ലോഡ് ആണ്. അതിനർത്ഥം എന്റെ മുത്തശ്ശന് 18 കുട്ടികളുണ്ടെങ്കിൽ എനിക്ക് വേണമെന്നല്ല, ഒരു 2 to 3 കിഡ്സ് ഓക്കെ ആണ്. ഹിന്ദുക്കൾക്ക് വിശിഷ്യ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾക്ക് പള്ളി അടക്കമുള്ള മെക്കാനിസം ഉള്ളതുകൊണ്ട് പറഞ്ഞുതരാൻ പള്ളിയിൽ അച്ഛന്മാരെങ്കിലും ഉണ്ട്. നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ അതില്ല. യഥാർത്ഥത്തിൽ ഈ 2.1 തിരിച്ചെത്തിക്കുകയായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഇല്ലെങ്കിൽ നമ്മുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടേയിരിക്കും. വ്യക്തം. ഡോക്ടർ മേരി റെജീന എന്തോ മറുപടി പറയാൻ അവസരം. ഈ പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് PCMA 2006 കുറിച്ച് ഞാൻ എൻ്റെ വായിച്ചുള്ള അറിവാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ്, ഈ മൈനർ ആയിട്ടുള്ള പെൺകുട്ടി വിവാഹം അവരുടെ പേരൻസ് ആയിരിക്കുമല്ലോ കഴിപ്പിച്ചാൽ, അവൾ ആഗ്രഹിക്കുന്ന പക്ഷം അത് വാലിഡ് ആണ് 18 വയസ്സാകുന്നോടം വരെ അവൾ ആഗ്രഹിക്കുന്ന പക്ഷം. എന്നിട്ട് പ്രായപൂർത്തിയാകാത്ത വ്യക്തിക്ക് ഈ നിയമം അനുവദിച്ചു കൊടുക്കുന്നത് മേജർ ആയി കഴിഞ്ഞാൽ 2 വർഷം തീരുമാനമെടുക്കാൻ, അവളുടെ മാനസികമായ പക്വത എത്തുന്നോടം വരെ എന്നുള്ള നിയമത്തിന്റെ അനുവാദമുണ്ട്. ഇനി എപ്പോഴൊക്കെയാണ് ഈ ചൈൽഡ് മാരേജസ് ഇൻവാലിഡ് ആവുന്നതെന്നും പ്രത്യേകം ആ നിയമത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചാൽ ട്രാഫിക്കിംഗ്, എൻറ്റൈസ്മെന്റ്, ഫ്രോഡ്, ഡിസീറ്റ്, നമുക്കറിയാം, പ്രലോഭിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചും ഫോഴ്സ്ഫുൾ ആയിട്ടും ചതിച്ചും ഒക്കെ മൈനറായിട്ടുള്ള കുട്ടിയെ വിവാഹത്തിൽ പ്രവേശിപ്പിച്ചാൽ ആ വിവാഹം ഇൻവാലിഡ് ആവും. പക്ഷെ ആ കുട്ടി ആഗ്രഹിക്കുന്ന പക്ഷം അത് വാലിഡ് ആണ്. അത് നമ്മൾ രാജ്യത്തിന്റെ നിയമമാണ്, കോടതി അത് സംരക്ഷിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ പോയിന്റ് എന്താന്ന് വെച്ചാൽ, അപ്പൊ അതിലൊരു തെറ്റിദ്ധാരണ മറ്റുള്ളവർക്ക് നമ്മൾ വരുത്തരുതല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അത് പറഞ്ഞു. പക്ഷെ ഈ ഒരു പ്രൊവിഷൻ ഉപയോഗിച്ചാണ് 27% 1/3 ഓഫ് ദ പോപ്പുലേഷൻ വരുന്ന പെൺകുട്ടികളെ ഈ എന്താ പറയുക ചൈൽഡ് മാരേജിന് ഫോഴ്സ് ചെയ്യുന്ന ഈ ഒരു പ്രൊവിഷൻ നന്നായി ഉപയോഗിക്കുന്നുണ്ടല്ലേ, ദുരുപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം. അപ്പോൾ പ്രൊവിഷൻസ് ഇതെല്ലാം നിയമത്തിന്റെ ഭാഗമാണ് എന്നുള്ള വലിയൊരു ബിഹേവിയറൽ ചേഞ്ച് എനിക്ക് തോന്നുന്നു. പകുതിയോളം വരുന്ന ഇന്ത്യയുടെ കുടുംബങ്ങളിൽ 30% പെൺകുട്ടികൾ അങ്ങനെയാണ് വിവാഹിതരാകുന്നത് എന്ന് വിചാരിച്ചാൽ, പകുതി കുടുംബങ്ങളിൽ, ഇന്ത്യയിലെ പകുതി കുടുംബങ്ങളിൽ ഒരു ബിഹേവിയറൽ ചേഞ്ച്, കൺസെന്റൈസേഷൻ, അവർക്ക് ബോധവൽക്കരണം. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ ശാക്തീകരണവും ബോധവൽക്കരണവും എപ്പോഴും സ്ത്രീകൾക്ക് മാത്രമാണ്. അല്ല, പുരുഷന്മാർക്ക്, നേതാക്കന്മാർക്ക്, നിയമപാലകർക്ക്
ഒക്കെ വരുത്തിയാൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് 21 വയസ്സ് എന്നുള്ള സ്വാഗതാർഹമായ നിയമം ഇവിടെ നടപ്പിലാവുകയുള്ളൂ. തീർച്ചയായിട്ടും അത് നടപ്പിലാക്കുകയും വേണം. ഡോക്ടർ മേരി റിജിന, ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഓക്കെ. ഒരു അമ്മ എന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഒരു മാതാപിതാക്കളെ മുഴുവൻ അഡ്രസ് ചെയ്യുന്ന ഒരു വ്യക്തി നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഒരു മാതാപിതാക്കളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്തായിരിക്കും? ഈ ഒരു വീടിന്റെ നമ്മുടെയൊക്കെ നാട്ടിലെ സാഹചര്യങ്ങൾ അറിയാമല്ലോ. അവരെ സംബന്ധിച്ചോളം 18 വയസ്സിൽ തന്നെ വിവാഹം കഴിച്ചു വിടുന്നതാണോ, അതോ ഒരു 3 വർഷം കൂടെ വീട്ടില് അച്ഛന്റെയും അമ്മയുടെയും സംരക്ഷണത്തിൽ നിൽക്കുന്ന ഒരു സ്ഥിതി ആയിരിക്കുമോ? നമ്മുടെ ഒരു മാതാപിതാക്കൾ എങ്ങനെയായിരിക്കാം ഈ ഒരു നീക്കത്തെ കാണുക? നിതിൻ സാറെ, എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ എന്നെയോ താങ്കളുടെ വീട്ടിലെയോ ഇവിടെ ഈ ചർച്ചയ്ക്കിരിക്കുന്ന ആളുകളുടെ കുടുംബ പശ്ചാത്തലമല്ല ശരാശരി ഭാരതീയന്റെ കുടുംബ പശ്ചാത്തലം എന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഞാൻ തുറന്നു പറയുന്നു, ഒരു പെൺകുട്ടി ഇന്നും ഒരു ഭാരമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അവളുടെ ശരീരത്തിനും മാനത്തിനും പിച്ചി ചീന്താൻ നടക്കുന്ന ആളുകൾ ചുറ്റുമുള്ളപ്പോൾ, അത് ബന്ധുക്കളാണ്, അയൽവാസികളാണ്, നമ്മുടെ പരിചയക്കാരാണ്, പരിചയമില്ലാത്തവരാകാം. ഒരുപാട് അനുഭവങ്ങൾ ഈ ദിവസങ്ങൾ, ഞാൻ പേര് പറയണ്ടല്ലോ. ഒരമ്മ എന്ന നിലയിൽ ഒരു പെൺകുട്ടിയുടെ, ഞാൻ ചിലപ്പോൾ ഒക്കെ ആലോചിക്കും, എനിക്ക് 2 ആൺകുട്ടികളാണ്, ഞാൻ ഭാഗ്യവതി എന്ന് ആലോചിക്കും. കാരണം എനിക്ക് അവരെ ഇരുത്തിയിട്ട് ഇതുപോലെയൊക്കെ സാമൂഹ്യ പ്രവർത്തനത്തിന് നടക്കാം. പെൺകുട്ടികളുടെ അമ്മമാര് എങ്ങനെയാണ് ഇടപെടാൻ സാധിക്കുക? ജോലിക്ക് തീരെ സാധാരണക്കാര്, നമ്മുടെ സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവരെന്ന് വേണമെങ്കിൽ പറയാം, അവരെന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കൊരു ജോലിക്ക് പോകാൻ സാധിക്കില്ല. കാരണം അവർ താമസിക്കുന്ന വാളയാറ് നമുക്കറിയാം, അവർ താമസിക്കുന്ന ജീവിത പശ്ചാത്തലം അറിയാം, അടുത്തടുത്ത് വീടുകൾ, അവിടെ എന്തൊക്കെയാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ആളുകളും എന്ന് നമുക്കറിയാം. ഒരു അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ അവളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധ്യവും ഉണ്ടെങ്കിൽ പെൺകുഞ്ഞുങ്ങളെ ഇട്ടിട്ട് വീട്ടിൽ തനിച്ചിരുത്തി പോകാൻ അവർക്ക് സാധിക്കില്ല. അങ്ങനെ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് നിതിൻ സാർ എന്നോട് ചോദിക്കുന്നത് മാതാപിതാക്കളുടെ ആശങ്ക എന്തെന്ന്. അപ്പൊ അവരെന്തായിരിക്കും അല്ല, അവരുടെ ഈ നിയമത്തെ കുറിച്ചൊന്നും അവര് സത്യം പറഞ്ഞാൽ ഒരുപാട് ഇതിന്റെ കൂലങ്കഷമായിട്ട് നമ്മൾ പറയുന്ന പോലെ ന്യൂട്രീഷണൽ ലെവലൊന്നും അവർക്കൊരു പ്രശ്നമല്ല. സ്ത്രീയുടെ ന്യൂട്രീഷണൽ ലെവലും സെൽഫ് സഫിഷ്യൻസി, ഇൻഡിപെൻഡൻസും മാനസിക പക്വതയല്ല അവരുടെ പ്രശ്നം. അവർക്ക് ഉണ്ടായ മകളെ അവർക്ക് സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു പ്രായം എത്തുമ്പോൾ ബലിഷ്ഠമായ, ഞാൻ അങ്ങനെ തന്നെ പറയും, 2 കരങ്ങളെ പിടിച്ച് ഏൽപ്പിക്കാമെന്നുള്ള ഒരു ചിന്ത ഒരു സാധാരണക്കാരിക്ക് ഉണ്ടാവുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? അവിടെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതും. ഇവിടെ ഒരു സമൂലമായ സാമൂഹ്യ മാറ്റം ആവശ്യമുണ്ട്. പക്ഷേ ഇവിടെ ഒരു 18 വയസ്സൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം എത്രത്തോളം മാനസികമായ പക്വത ഒരു സ്ത്രീക്ക് ഉണ്ടാകാം. നമ്മൾ ഇങ്ങനെ ഒരു കരുതലില്ലാത്ത ഒരാളുടെ കൈപിടിച്ച് വിടുമ്പോൾ എത്രയോ വിവാഹമോചനങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഈ ചർച്ചയിൽ വിവാഹമോചനവും ഈ ഒരു തീരുമാനത്തിന് മുമ്പിലല്ലേ? അപ്പോൾ അതിനെ കൂടി കൂട്ടാനുള്ള കാരണമാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വെറുതെ ഒന്നും ഒരു കാര്യം പറയല്ലോ, ഞാൻ അദ്ദേഹത്തെ അനുകൂലിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു രാജ്യത്തിന്റെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബോഡിക്ക് 10 അംഗ മെമ്പേഴ്സ് ഉള്ള ഒരു ബോഡിക്കാണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവര് പഠിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഫിസിക്കലായിട്ടുള്ള, മെന്റലായിട്ടുള്ള, സൈക്കോളജിക്കലായിട്ടുള്ള അവരുടെ ഒരു കേപ്പബിലിറ്റീസ് വളർന്നെത്തുന്ന ഒരു പ്രായത്തിൽ അവരെ വിവാഹിതരാക്കുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം. പക്ഷെ അവിടെ വീണ്ടും മെച്യൂരിറ്റിയുടെ കാര്യം പറയുമ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. 21 വയസ്സുള്ള പുരുഷനല്ല 21 വയസ്സുള്ള സ്ത്രീയെ വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത്. ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് രണ്ടുപേരുടെയും മാനസിക പക്വതകൾ തമ്മിലുള്ള വ്യത്യാസം. അവിടെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് പുരുഷന്റെ പ്രായം 24 ആക്കണം എന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ തർക്കിക്കുന്നില്ല. പക്ഷെ ഈ പറയുമ്പോൾ എപ്പോഴും സ്ത്രീയുടെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞു, അവൾ ആ പക്വതയില്ലാത്തവളാണ്, അവളുടെ ശരീരം വളർന്നിട്ടില്ല എന്ന് മാത്രം പറയരുത്. 2 ആൺകുട്ടികളുടെ അമ്മയായി ഞാൻ പറയുന്നു, ആൺകുട്ടികളുടെ പക്വതയെ കുറിച്ചും നമ്മൾ വളരെ പ്രസക്തമായ ഒരു കാര്യം. അതുകൊണ്ട് പ്രായങ്ങളെ കുറിച്ച് സമഗ്രമായ പഠിത്തം വേണം. ഇതിനെക്കുറിച്ച് വലിയൊരു ബോധവൽക്കരണം വേണം. ഞാൻ പറഞ്ഞതുപോലെ 30% പെൺകുട്ടികൾ ഇന്നും 18 വയസ്സിൽ താഴെ വിവാഹം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പോട്ടെ 20 വയസ്സിൽ താഴെ എന്ന് പറയാം, 18 എന്നുള്ളത് കുറച്ച് എക്സാജറേറ്റഡ് ആണെന്ന് കരുതിയാൽ പോലും 20 വയസ്സിൽ താഴെ വിവാഹിതരാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്
പകുതിയോളം കുടുംബങ്ങളിൽ മാറ്റം സംഭവിക്കണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ, പല പല സമ്മർദ്ദങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടക്കുമ്പോൾ പകുതി ഇന്ത്യൻ കുടുംബങ്ങളും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ മാറ്റത്തിനും കൂടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ഈ ഭരണകൂടങ്ങളും അതിനുള്ള മാർഗങ്ങൾ കൂടി ശ്രദ്ധ കൊടുക്കണം. അല്ലാതെ പ്രായം മാത്രമല്ല എന്നുള്ളതാണ് എന്റെ പോയിന്റ്. പ്രായം കൂട്ടുന്നത് തീർച്ചയായും ഞാൻ വെൽക്കം ചെയ്യുന്നു. അതെ, ഡോക്ടർ മേരി റെജീന പറയുന്നത് പ്രായം കൂട്ടുന്നത് സ്വാഗതം ചെയ്യുന്നു, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നത് തന്നെയാണ് പറയുന്നത്. അഡ്വക്കേറ്റ് ജയസൂര്യ, അതായത് ഇവിടെ നമ്മൾ ഡോക്ടർ മേരി ഇവിടെ പറഞ്ഞ ചില ഉദാഹരണങ്ങളുണ്ടല്ലോ. നമ്മുടെ ഒരു പേരന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ 18 വയസ്സ് തന്നെ പെൺമക്കളെ കെട്ടിച്ചു വിടുക, അല്ലെങ്കിൽ അത്രത്തോളം ടെൻഷനിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് എത്രയോ ഉദാഹരണങ്ങളുണ്ട്, നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ സമീപകാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു മേഖലയിലേക്കൊക്കെ സർക്കാർ ഇറങ്ങി ചെല്ലേണ്ടതല്ലേ? ആ വിഷയങ്ങളെയൊക്കെ അല്ലേ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ഇവിടെ ഈ സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ ഒരു കാര്യം ഇവിടെ പറഞ്ഞല്ലോ. അത്തരം ചില പഴുതുകൾ ഉണ്ടല്ലോ, ആ പഴുതുകളൊക്കെ അടയ്ക്കാൻ വേണ്ടി ഈ സർക്കാർ എന്തൊക്കെ സ്റ്റെപ്പാണ് എടുത്തിട്ടുള്ളത്? ആ സ്റ്റെപ്പുകൾ ആദ്യം എടുക്കേണ്ടതല്ലേ? അങ്ങനെ എടുത്തിട്ടല്ലേ ഇത്തരം സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്? അങ്ങനെ വരുമ്പോഴല്ലേ ഈ രാജ്യത്തെ ഭൂരിപക്ഷം സ്ത്രീകൾക്കും ഈ തീരുമാനം വളരെ പ്രോഗ്രസീവ് ആണെന്നുള്ള ബോധ്യം ഉണ്ടാവുക? ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ജോലി, ഈ രണ്ട് മേഖലകളിൽ നമ്മൾ ഊന്നൽ കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ സ്ത്രീകളുടെ ജോലി എന്നുള്ളത്, സാമ്പത്തിക ഭദ്രത, ആധുനിക കാലഘട്ടത്തില് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ, കഴിഞ്ഞ തലമുറയിലായിരുന്നെങ്കിൽ കുടുംബത്തിലെ ഒരു ഏണിംഗ് മെമ്പർ മതി. ഇപ്പൊ പുരുഷൻ കൊണ്ടുവരുന്നത് കൊണ്ട് ഒരു കുടുംബത്തെ നയിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ഒരാളുടെ മാത്രം വരുമാനം കൊണ്ടൊരു കുടുംബം മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് സ്ത്രീ കൂടി ഏണിംഗ് മെമ്പർ ആവുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം, ഒപ്പം തൊഴിൽ വേണം, വരുമാനം വേണം. ഈ തൊഴിലും വരുമാനവും വിദ്യാഭ്യാസവും നേടാൻ വേണ്ടി ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിന് മുൻതൂക്കം കൊടുക്കുന്ന പെൺകുട്ടികൾ വിവാഹം എനിക്ക് ഉടനെ വേണ്ട എന്ന് പറയുന്നവരാണ്. ഇപ്പൊ ഡോക്ടർ മേരി പറഞ്ഞു 2 ആൺകുട്ടികളുടെ അമ്മയാണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു ഞാൻ 2 പെൺകുട്ടികളുടെ അച്ഛനാണ്. എന്റെ 2 പെൺകുട്ടികളും പറയുന്നത് ഒരു 28 വയസ്സായിട്ട് കല്യാണം മതി അച്ഛാന്നാണ്. എന്റെ ഭാര്യ പലപ്പോഴും പറയും അത്ര വരെ വേണോ എന്ന് ചോദിക്കുമ്പോൾ പെൺമക്കൾ 2 പേരും കർശനമായിട്ട് പറയും 28 മതി. എന്താ, ഞങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം, നല്ല ഒരു തൊഴിലിലെത്തണം, നല്ല വരുമാനം വേണം, സ്വന്തം കാലിൽ നിൽക്കണം, അതിനുള്ള അവസരം ഞങ്ങൾക്ക് തരൂ എന്നാണ് പറയുന്നത്. ഇത് എന്റെ മാത്രം ഉദാഹരണമല്ല. ഇന്ന് ഈ തലമുറയിലെ പെൺകുട്ടികളെല്ലാം തന്നെ ചിന്തിക്കുന്നു നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല വരുമാനം, നല്ല വ്യക്തിത്വം, സ്വന്തം കാലിൽ നിന്നിട്ട് ആ വ്യക്തിത്വത്തിന് കഴിയുന്ന അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് സമൂഹവും സർക്കാരും ഉറപ്പു കൊടുക്കേണ്ടത്. ഈ വിവാഹത്തെ സംബന്ധിച്ചും വിവാഹം കഴിഞ്ഞുള്ള ജീവിതത്തെ സംബന്ധിച്ചുമുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാക്കി തീർക്കുക തന്നെ വേണം. അതായത് ഇമോഷണൽ ഇമ്മച്യൂരിറ്റി ഉള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തില് ഈ റൊമാൻസിന്റെ പിന്നാലെ പോയിട്ട് സോഷ്യൽ മീഡിയയുടെ ഒക്കെ സ്വാധീനം കൊണ്ട് ധാരാളം കുട്ടികൾ വഴിതെറ്റുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നിങ്ങളുടെ മനസ്സിനകത്തും ശരീരത്തിനകത്തും നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വ്യതിയാനങ്ങൾ, ഹോർമോണൽ ഇംബാലൻസ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കൊടുത്താൽ വിദ്യാഭ്യാസവും ഭാവിയും കരിയറും വരുമാനവും കുടുംബവും എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് അവർക്ക് കൊടുത്താൽ അത് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സ്കൂൾ ലെവൽ മുതൽ ആരംഭിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പോൾ സ്കൂൾ ലെവൽ മുതൽ കോളേജ് ലെവലിൽ എത്തുമ്പോഴേക്കും കേവലം കുറെ സയൻസും കൊമേഴ്സും അല്ലെങ്കിൽ ആർട്സും പഠിച്ച് ഡിഗ്രി എടുക്കുന്നത് മാത്രമല്ല, ജീവിതം എന്താണ്, വരുമാനം എന്താണ്, തൊഴിലെന്താണ്, സമൂഹം എന്താണ്, ഇപ്പോൾ ഡോക്ടർ മേരി പറഞ്ഞതുപോലെ സമൂഹത്തിന്റെ ആ ക്രൂരതയും ഭീകരതയും എന്താണ്, അതിന് നടുവിലൂടെ ജീവിതത്തെ വിജയകരമായി നയിക്കേണ്ടത് എപ്രകാരമാണ് എന്നൊക്കെയുള്ള കൃത്യമായ അവബോധം കൊടുക്കാൻ മാത്രം നമ്മുടെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തെ പുതുക്കി പണിതെടുത്തു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു തലമുറയായിട്ട് വരും, കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധം വരും. അവിടെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെയുള്ള ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല. അതായത് ഇത് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ, ഇങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരുമ്പോൾ അത് ഏതെങ്കിലും മതത്തിന് എതിരായിട്ടാണോ അല്ലെങ്കിൽ മറ്റൊരു മതത്തിന് അനുകൂലമായിട്ടാണോ, അവിടെ ഇംബാലൻസ് ഉണ്ടാകുമോ? ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം വൈകിയുള്ള വിവാഹത്തെ കുറിച്ച് ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ, നേരത്തെയുള്ള വിവാഹത്തെക്കാൾ അതിഭീകരമാണ് വൈകിയുള്ള വിവാഹത്തിന്റെ പ്രശ്നവും. അതും എല്ലാ സമൂഹവും ഇന്ന് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തലമുറ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വന്നപ്പോൾ അത് വലിയ ഭീകരമാണ്. അതുകൊണ്ട് ഈ വിവാഹപ്രായം ഉയർത്തുക എന്നുള്ളത് പോലെ തന്നെ വിവാഹത്തിന് മുമ്പ് നേടേണ്ടതായിട്ടുള്ള യോഗ്യതകൾ നേടുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. വളരെ ശ്രദ്ധേയമായ നിരീക്ഷണമാണ് അഡ്വക്കേറ്റ് ജയസൂര്യ ഇവിടെ പങ്കുവച്ചത്.
ശ്രീ രാഹുൽ ഈശ്വർ, ഈ നമ്മുടെ നാട്ടിലെ പല പ്രശ്നങ്ങൾക്കും ഏറ്റവും ഉത്തമമായ മരുന്ന് വിദ്യാഭ്യാസം തന്നെയല്ലേ? കാരണം വിദ്യ അഭ്യസിക്കുന്ന ഒരാള് ആ വിഷയങ്ങളിലൊക്കെ കൃത്യമായി നിലപാടെടുക്കുന്നു, അവൾ പ്രോഗ്രസീവായി ചിന്തിക്കുന്നു, തൊഴിൽ നേടുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു പോസിറ്റീവ് വശം കൊണ്ടുകൂടി കാണാൻ സാധിക്കുകയില്ലേ? ഒന്ന്, ഈ പ്രോഗ്രസീവ് എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റിസ്റ്റ് ടെർമിനോളജിയാണ്. അതിനോട് വിനീതമായി വിയോജിച്ചോട്ടെ. പോസിറ്റീവ് കറക്റ്റാണ്. തീർച്ചയായും. മൂന്ന് പേരും പറഞ്ഞത് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. മാരിറ്റൽ എഡ്യൂക്കേഷൻ, ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ഉള്ള കാര്യങ്ങളാണ് വേണ്ടത്. ഇനി ഞാനൊരു ഇൻകൺവീനിയന്റ് ട്രൂത്ത് പറഞ്ഞോട്ടെ. നാളെ മാരേജ് ഏജ് 21 ആക്കിയാലും 24 ആക്കിയാലും അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ആപ്ലിക്കബിൾ ആവില്ല. ഇതാണ് അതിന്റെ പച്ച പരമാർത്ഥം. നമ്മൾ നാളെ 21 ആക്കി, 24 ആക്കി, ഇനി 40 വർഷം കഴിഞ്ഞ് 30 ആക്കിയാലും അത് നിയമപ്രകാരം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ആപ്ലിക്കബിൾ അല്ല. ഇത് രാഹുൽ ഈശ്വർ പറയുന്നതല്ല. വ്യത്യസ്ത ഹൈക്കോടതി, ഉദാഹരണം കൃത്യം ഡേറ്റ് പറഞ്ഞാൽ ജൂൺ 5, 2012 ഡൽഹി ഹൈക്കോടതി 15 വയസ്സായ മുസ്ലിം പെൺകുട്ടിയെ അവർക്ക് ചൂസ് ചെയ്യുന്ന ഹസ്ബൻഡിന്റെ കൂടെ നിൽക്കാൻ സമ്മതിച്ചു. മുസ്ലിം പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇയാൾ കിഡ്നാപ്പ് ചെയ്തതാണ്, ചൈൽഡ് മാരേജ് ആക്ട് പ്രയോഗിക്കണം എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് പോയി. അപ്പം ഹൈക്കോടതി പറഞ്ഞു മുസ്ലിം ലോ പ്രകാരം അല്ലെങ്കിൽ മുഹമ്മദൻ ലോ പ്രകാരം ഈ കുട്ടിക്ക് അയാളോടൊത്ത് കഴിയാം, അച്ഛന്റെ അമ്മയുടെയും കൺസെന്റ് പോലും വേണ്ട എന്ന്. നാളെ നമ്മൾ എന്തൊക്കെ ഏജ് കൂട്ടിയാലും ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ആപ്ലിക്കബിൾ ആകില്ല, നമ്മൾ ഓർത്തിരിക്കണം. അതാണ് ഇതിന്റെ ലീഗൽ പൊസിഷൻ. 2, നമ്മുടെ ഫ്ലോഡ് ആയ അല്ലെങ്കിൽ ബാക്കിയുള്ള ഭൂരിപക്ഷ സമുദായത്തിന് തെറ്റിപ്പോയ പോപ്പുലേഷൻ പോളിസി കാരണമാണ്. കേരളത്തിലെ മാത്രം എടുക്കൂ, നമ്മൾ മലയാളികളായതുകൊണ്ട് 55% ഹിന്ദു സമുദായത്തിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ കുട്ടികൾ 42.87 ആണ്. 27% നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കുണ്ടായ കുട്ടികൾ 41.45 ആണ്. 18.6% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായത് 15.42 ആണ്. ഇത് കേരള ഗവൺമെന്റ് ഔദ്യോഗിക കണക്കുകളാണ്. അതായത് ഓൾമോസ്റ്റ് 55% മുസ്ലിം ജനസംഖ്യയുടെ 94 ലക്ഷം മുസ്ലിം സമൂഹമാണ് നമുക്കുള്ളത്. 1,80,00,000 ഹിന്ദുക്കളും. ഇവർക്കുണ്ടായ കുട്ടികൾ മുസ്ലിം സമൂഹത്തിന്റെ കുട്ടികളോട് ഓൾമോസ്റ്റ് സെയിം ആണ്. അടുത്ത വർഷമാണെങ്കിൽ ഇതിനേക്കാൾ മറികടക്കുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് മാരിറ്റൽ എഡ്യൂക്കേഷൻ. 2, ഡെമോഗ്രഫിക് ഡിവിഡൻഡ് അഥവാ പോപ്പുലേഷൻ സ്ട്രെങ്ത് ആണ്. 3, ഒപ്റ്റിമം പോപ്പുലേഷൻ. ഓവർ പോപ്പുലേഷൻ അല്ല. അതായത് മലപ്പുറത്തല്ല പ്രശ്നം, പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ഓൾറെഡി പോപ്പുലേഷൻ ഡിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. മലപ്പുറത്ത് പോപ്പുലേഷൻ കൂടുതലാണ് നമ്മൾ തെറ്റിദ്ധരിച്ച് അവിടെ ശ്രദ്ധിക്കുകയാണ്. 2, ലോകത്ത് അതായത് അമേരിക്കയും ഇംഗ്ലണ്ടിനേക്കാൾ കൂടുതൽ ഫാമിലി ബ്രേക്ക് ഡൗണിന്റെ പ്രപ്പോർഷൻസ് കൂടുതൽ ഉണ്ടാകുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഏകദേശം അങ്ങനെ നയിക്കുന്ന ഫാമിലി ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ കുടുംബ തകർച്ച, വിവാഹമോചനം പോലും നമ്മൾ പ്രയോഗിക്കരുത്. ക്രിസ്ത്യൻ സഭകൾ ചെയ്യുന്നതാണ് കറക്റ്റ്. കുടുംബ തകർച്ച എന്ന വാക്യം യൂസ് ചെയ്യാവൂ. ഏകദേശം 80%, 78 എന്നതുമാണ് കണക്ക്. 78% കുടുംബ തകർച്ചകൾ നടക്കുന്നത് ഈ 50% ഹിന്ദു സമൂഹത്തിലാണ്. കുടുംബ തകർച്ചകൾ നടക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാകുന്നില്ല. ഈ ഡെമോഗ്രഫിക് ഇംബാലൻസിലേക്ക് നമ്മൾ കൂടുതൽ പോകാതിരിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ആരാധ്യരായ മുതിർന്നവരുടെ എല്ലാ വാദങ്ങളും അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ ഒന്ന്, ഹിന്ദുക്കളുടെ ഡെമോഗ്രഫിക് ഇംബാലൻസ്. രാഹുൽ ഈശ്വർ, ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ പ്രതിവിധിയാണോ 18-ൽ തന്നെ കല്യാണം പ്രായം നിലനിർത്തുന്നത്? ഒരേ ഒരു പ്രതിവിധിയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയി പഠിക്കുകയും കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തതാണ്. മാരിറ്റൽ എഡ്യൂക്കേഷൻ കൊടുക്കുക. പള്ളി ചെയ്യുന്നത് പോലെ ഞങ്ങൾ അതിന്റെ ഒരു ലോ ഉണ്ടാക്കി കൊടുത്തതാണ്. അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ, യൂത്ത് കമ്മീഷൻ, വനിതാ കമ്മീഷൻ അടക്കം പറ്റുമെങ്കിൽ 3 ദിവസം വിവാഹ വിദ്യാഭ്യാസം, മാരിറ്റൽ എഡ്യൂക്കേഷൻ എടുത്തിട്ട് മാത്രമേ അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ എന്ന വകുപ്പിലേക്ക് ഉണ്ടാക്കുക. ഇത് മുസ്ലിം സംഘടനകൾക്ക് വലിയൊരളവ് വരെ അവരെ കൺവിൻസ് ചെയ്ത് അവരെ എഗ്രി ചെയ്യും. അങ്ങനെ വരെ യൂണിഫോമിറ്റിയിലേക്ക് കൊണ്ടുവരാം. അതായത് വളഞ്ഞ വഴി അവരുടെ കാര്യത്തിൽ ഇടപെടാതെ അവരോട് ആത്മാർത്ഥമായി സംസാരിച്ചാൽ നല്ലൊരു ശതമാനം മുസ്ലിം സംഘടനകളും ഇത്തരം ഒരു കാര്യത്തിൽ എഗ്രി ചെയ്യും. ക്രിസ്ത്യൻ സഭയിൽ ആദ്യത്തെ സെഷൻ ബൈബിൾ എടുക്കുന്നത് പോലെ മുസ്ലിങ്ങൾക്ക് ഖുറാനും ഹിന്ദുക്കൾക്ക് ഗീതയും ബാക്കിയുള്ളവർക്ക് കോൺസ്റ്റിറ്റ്യൂഷനും എടുത്താൽ മതി. അതായത് ഇനി സെക്യുലർ ആയിട്ടുള്ള ആൾക്കാർ വരുന്നെങ്കിൽ ഫസ്റ്റ് മാരേജസ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എന്ന് പറഞ്ഞ് എടുത്താൽ മതി. പക്ഷേ നമ്മൾ ഇപ്പൊ എടുത്തിരിക്കുന്ന യൂറോപ്യൻ മോഡൽ കാരണം സംഭവിക്കാൻ പോകുന്നത് 40 വർഷം കൂടെ കഴിഞ്ഞാൽ, 25 വർഷം കൂടെ കഴിഞ്ഞാൽ ഒരു പബ്ലിക് പോളിസി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ, വീണ്ടും ഹിന്ദു ജനസംഖ്യ ഡിപ്പ് ചെയ്ത് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് അത് രാഹുൽ ഈശ്വറിന്റെ കാഴ്ചപ്പാടായിട്ടല്ല, ഈ വിഷയം ആഴത്തിൽ പഠിച്ച എല്ലാ ആൾക്കാരുടെയും ലോക തലത്തിലുള്ള കാഴ്ചപ്പാടുകൾ എടുത്താൽ മാരേജ് കൂട്ടുന്നത് കുട്ടികളുടെ എണ്ണം കുറയ്ക്കാൻ ഒരു കാര്യമാണ്. അത് യൂറോപ്പിൽ ഫെയിലായി. ഇന്ന് യൂറോപ്പ് തിരിച്ചു വരുന്നതിന്റെ പാതയിലാണ്. ഒരു വരി കൂടെ പറഞ്ഞാൽ ഇത് തന്നെയാണ് അമേരിക്കയുടെ പ്രശ്നം. അമേരിക്കയിൽ ലാറ്റിനോ പോപ്പുലേഷൻ കൂടുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനും കുറച്ചൊക്കെ കൂടുന്നുണ്ട്. അമേരിക്കയിലെ വൈറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ സോക്കോൾഡ് പഴയ ആര്യൻസ് എന്ന് അവർ വിളിക്കുന്ന ഈ വൈറ്റ്സിന്റെ പോപ്പുലേഷൻ ഭയങ്കര ഡിപ്പ് ചെയ്യുകയാണ്. അവിടെയുള്ള റേഷ്യൽ ടെൻഷന്റെ ബേസും ഇതാണ്. അപ്പൊ ഈ ഡെമോഗ്രഫിക് ഇംബാലൻസ് ഉണ്ടാകാതെ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ശക്തിയാണെന്നുള്ള ശ്രീ നരേന്ദ്രമോദി തന്നെ വീണ്ടും ഉയർത്തി പറയുന്ന വാദത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാവൂ. മാരിറ്റൽ എഡ്യൂക്കേഷൻ ലോ ആണ് വേണ്ടത്, അല്ലെങ്കിൽ വിവാഹ വിദ്യാഭ്യാസ നിയമമാണ് വേണ്ടത്. ബാക്കിയുള്ള ഇന്റർവെൻഷൻസ് അല്ലെന്നുള്ളതാണ് എന്റെ വിനയപരിസരമുള്ള അഭിപ്രായം.
വളരെ 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 ശ്രദ്ധേയമായ നിരീക്ഷണമാണ് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞത്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഈ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കിയാൽ പോലും മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ച് ഈ നിർമ്മാണങ്ങൾക്കൊന്നും ഒരു നിയമസാധ്യത ഉണ്ടാകില്ല എന്നൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് താങ്കൾക്ക് ഇന്ന് മറുപടി പറയാം. ഒപ്പം ഈ വിഷയം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് നടപ്പാകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നടപ്പായി കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ 10 വർഷം ശേഷം അല്ലെങ്കിൽ 20 വർഷത്തിന് ശേഷം നമുക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു ഭാരതത്തെ നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കും? ഈ വിഷയങ്ങൾ ഉള്ള മറുപടി. ഈ നിയമം ഹിന്ദുക്കൾക്ക് മാത്രമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് മാത്രമോ മുസ്ലിങ്ങൾക്ക് മാത്രമോ ബാധകമായിട്ടുള്ളതല്ല. ഇതിന് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. സിഖുകാർക്കും ജൈനമതക്കാർക്കും പാഴ്സികൾക്കും വരെ ബാധകമായിരിക്കും. പിന്നെ മുസ്ലിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതുപോലുള്ള വിവാഹങ്ങൾ നടന്നു പോയാൽ അത് കോടതി ലീഗലൈസ് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ രാഹുൽ ഈശ്വറിന്റെ മകനോ മകളോ 18 വയസ്സ് മുമ്പ് കല്യാണം കഴിച്ചാലും ആ വിവാഹം കോടതി സാധുവാണെന്ന് തന്നെ പറയുള്ളൂ. വിവാഹം അസാധുവാക്കിയില്ല. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് മുസ്ലിങ്ങളുടെ ആയതുകൊണ്ട് മുസ്ലിം പേഴ്സണൽ ലോ അവിടെ ആപ്ലിക്കബിൾ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. വിവാഹം അസാധുവാകുകയില്ല. നേരെ മറിച്ച് അത് ശിക്ഷാർഹമാണ്, കുറ്റകരമാണ് എന്നുള്ളതാണ്. ഇനി ശിക്ഷാർഹമാക്കിയതുകൊണ്ട് മാത്രം ശൈശവ വിവാഹങ്ങൾ ഇല്ലാതാകുകയില്ല. മലപ്പുറം ജില്ലയിൽ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ വിവാഹ പ്രായം കുറഞ്ഞിരിക്കുന്നത് വെച്ചാൽ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ കൊണ്ടാണ്, വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ കൊണ്ടാണ്, സാമ്പത്തികമായ ദാരിദ്ര്യാവസ്ഥ അവിടെ വലിയൊരു വിഭാഗം ആളുകളുടെ ഇടയിൽ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലയിലെ മുസ്ലിങ്ങളുടെ വിവാഹ പ്രായം കൂടിയിരിക്കുന്നത്? അത് ജില്ല പത്തനംതിട്ടയുണ്ട്, അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്, ലാറ്റിറ്റ്യൂഡിൽ ലംജിറ്റ്യൂഡ് വ്യത്യാസമായുണ്ടല്ല. പത്തനംതിട്ട ജില്ലയിലെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ കോട്ടയത്തെ മുസ്ലിങ്ങൾ പണ്ട് തൊട്ട് സ്കൂളിൽ പോയി പഠിച്ചവരാണ്, വിദ്യാഭ്യാസം ഉള്ളവരാണ്, വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയവരാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിതാ ജഡ്ജി ഉണ്ടായത് പത്തനംതിട്ടയിൽ നിന്നാണ്. അവരൊരു ഫാത്തിമ ബീവി എന്തായിരുന്നു ലോകത്ത് ആദ്യമായിട്ടൊരു സുപ്രീം കോടതി ജഡ്ജി ഉണ്ടായിരുന്നു. അത് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. അവർ അവിവാഹിതയായിരുന്നു. ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ സിമ്പിൾ അനുസരിച്ചാണെങ്കിൽ അവർ 14 വയസ്സിൽ കല്യാണം കഴിച്ച് 15 വയസ്സിൽ ഉമ്മയായിരുന്നെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയിൽ എത്താൻ കഴിയുമായിരുന്നില്ല. അവരുടെ മാതാപിതാക്കൾ വിദ്യാഭ്യാസം ഉള്ളവരായിരുന്നു. അവരെ സ്കൂളിലോട്ട് പഠിപ്പിച്ചു, കോളേജിലോട്ട് പഠിപ്പിച്ചു, ലോ കോളേജിൽ വിട്ടു. അതിനുശേഷം വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അനുവദിച്ചു, മുനിസിപ്പൽ ആകാൻ അനുവദിച്ചു, ഹൈക്കോടതി ജഡ്ജി ആകാനുള്ള അവസരം ഉണ്ടായി. സുപ്രീം കോടതി വരെ എത്തിയത് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് പത്തനംതിട്ട ജില്ലയിലായതുകൊണ്ടാണ്, പത്തനംതിട്ടക്കാരി ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് മലപ്പുറത്തോ മഞ്ചേരിയിലോ കൊണ്ടോട്ടിയിലോ അല്ലെങ്കിൽ കാളികാവിലോ കരുവാരക്കുട്ടിലോ ആയിരുന്നെങ്കിൽ ആകുമായിരുന്നില്ല. ഞാൻ അവരെ മോശപ്പെടുത്തി പറഞ്ഞില്ല, സാഹചര്യങ്ങളില്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. വിദ്യാഭ്യാസം ഉള്ളിടത്ത് ആരോഗ്യമുണ്ടാകും, സാമൂഹ്യ പുരോഗതി ഉണ്ടാവും. അതനുസരിച്ച് ഈ പറഞ്ഞ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ് കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ജനസംഖ്യ കുറയുന്നത്? ആളുകൾക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് യൂറോപ്പിൽ ഇങ്ങനെ സംഭവിച്ചത്? യൂറോപ്പിൽ ജനസംഖ്യ കുറഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ്. യൂറോപ്പിലെ പ്രത്യേകിച്ച് വെളുത്ത വർഗ്ഗക്കാരുടെ ജനസംഖ്യ ഭയാനകമാം വിധം കുറഞ്ഞു. അപ്പൊ നിർബന്ധിച്ചാൽ പോലും കുട്ടികളുണ്ടാവില്ല. കാരണം സ്ത്രീകൾക്ക് പ്രസവിക്കാൻ തയ്യാറല്ല. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ്. അത് വെള്ളക്കാരുള്ള രാജ്യങ്ങൾ, ഇപ്പൊ അമേരിക്കയിൽ തന്നെ ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞത് ശരിയാണ്. അവിടെ ഈ വൈറ്റ് അമേരിക്കൻസ്, യൂറോപ്യൻ അമേരിക്കൻസ് എന്ന് പറഞ്ഞ വിഭാഗത്തിന്റെ ജനസംഖ്യ കുറയുന്നു. ബ്ലാക്ക് അമേരിക്കൻസിന്റെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നു. കാരണം എന്താ? ഈ ബ്ലാക്ക് അമേരിക്കൻസ് എന്ന് പറഞ്ഞ ആളുകളുടെ സാമൂഹ്യ പശ്ചാത്തലം വളരെ മോശമാണ്. ക്രിമിനൽസ് കൂടുതലുള്ള അവരുടെ ഭാഗത്ത് ഇതുകൊണ്ടാണ്. വിദ്യാഭ്യാസം ഒരു മരുന്നാണ് എല്ലാ പ്രശ്നങ്ങൾക്കും. സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അവരുടെ ജനസംഖ്യ കൂടെ മാത്രമല്ല, ഏത് ജയിലിൽ പോയി നോക്കിക്കോ നല്ലൊരു ഭാഗം ആളുകളും കറുത്ത വർഗ്ഗക്കാരായിരിക്കും. കാരണം അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അവർക്ക് അറിയാവുന്ന ഒരു വിദ്യ പിടിച്ചു പറി മാത്രമാണ്. തീർച്ചയായും കൊലപാതകം ചെയ്യുന്നത് കൂടുതലവരാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കൂടുതലവരാണ്. കാരണം എന്താ? അവരുടെ ദാരിദ്ര്യം കൊണ്ടാണ്, വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ കൊണ്ടാണ്. വ്യക്തമാണ്. നമ്മുടെ ചർച്ചയിലെ വനിതാ പ്രതിനിധിയിൽ തന്നെ അവസാനിപ്പിക്കുന്നു. ഈ ഒരു വിഷയം നമ്മൾ ഒരുപക്ഷെ നിയമനിർമ്മാണം ഒക്കെ സംഭവിച്ചത് നടപ്പാക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ എങ്ങനെയാണ് ഭാരതത്തിലെ സമൂഹം മാറേണ്ടത്, കേരളത്തിലെ സമൂഹം മാറേണ്ടത് എങ്ങനെയാണെന്ന് ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തെ സമൂഹത്തിൽ ശ്രീ രാഹുൽ ഈശ്വർ ഇങ്ങനെ പ്രീമാരിറ്റൽ കോഴ്സിനെ കുറിച്ച്, അത് കത്തോലിക്ക സഭ നടത്തുന്നതിനെ കുറിച്ച് വളരെ ശ്ലാഘനീയമായ രീതിയിൽ പറഞ്ഞതുകൊണ്ട് താങ്ക് യു, അത് പറയുന്നു. പക്ഷെ അവിടെ അദ്ദേഹം ഓർക്കേണ്ടത്, ഈ പ്രീമാരിറ്റൽ കോഴ്സിന് എത്തുന്നവർ അടിസ്ഥാനപരമായി മറ്റൊരു എഡ്യൂക്കേഷൻ, പ്രീമാരിറ്റൽ എഡ്യൂക്കേഷനെ അല്ല, സെക്കുലർ എഡ്യൂക്കേഷനിൽ ഏത് ലെവൽ, അഡ്വക്കേറ്റ് ജയശങ്കർ അത് സൂചിപ്പിക്കേണ്ടായി, ആൺകുട്ടികൾക്ക് എന്തുകൊണ്ട് ഞങ്ങളുടെ പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ളത്. ആ എഡ്യൂക്കേഷണൽ ലെവലിൽ ഉള്ളവരാണ് പ്രീമാരിറ്റൽ എഡ്യൂക്കേഷനിൽ എത്തുന്നത്. ഭാരതത്തെ മുഴുവൻ എടുക്കുമ്പോൾ
12ാം ക്ലാസ് വരെയെങ്കിലും നിർബന്ധിതമായി പെൺകുട്ടികൾ പഠിച്ചിരിക്കണം എന്നുള്ളത്, ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടാകാൻ പാടില്ല. 12 വരെ എത്തിയാൽ പിന്നെ മുന്നോട്ട് അവരും എങ്ങനെയും കണ്ടുപിടിച്ചോളും വഴി അവരെ സഹായിക്കാൻ. അപ്പോൾ എഡ്യൂക്കേഷണൽ പോളിസിയിൽ തന്നെ അത് കമ്പൽസറി എഡ്യൂക്കേഷൻ ആയിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഭരണകൂടങ്ങൾ ശ്രമിക്കണം. ഒപ്പം ഈ ഹെൽത്തിന്റെ ഇഷ്യൂസും, കേരളം എങ്ങനെ വികസനത്തിന്റെ പാതയിലെത്തിയോ, എങ്ങനെ ഒരു ലോകത്തിന് ഒരു കേരള മോഡലായി തീർന്നുവോ, അത് എഡ്യൂക്കേഷനും ഹെൽത്ത് സെക്ടേഴ്സാണ്. ഇന്നും നമ്മൾ കോവിഡിലെ ഒക്കെ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത് തന്നെയേ ഉള്ളൂ ഇതിന് സൊല്യൂഷൻ. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് 12 വരെയുള്ള മിനിമം വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇത് അതിനോടൊപ്പം നടപ്പാക്കാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വളരെ കൃത്യമാണ്. സ്ത്രീകളുടെ വിവാഹപ്രായം 18 നിന്ന് 21 ആക്കുന്ന നിർദ്ദേശം സ്വാഗതാർഹമാണ്. അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക പുരോഗതി ഉണ്ടാകുന്നു, വിദ്യാഭ്യാസത്തിലൂടെ ആരോഗ്യമുണ്ടാകുന്നു. അതിലേക്കുള്ള ചൂണ്ടുപലകയായി ഈ നിർദ്ദേശം മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ ശ്രീ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ചതുപോലെ ജനസംഖ്യ വർധനവിനെ ഒരു ബാധ്യതയായി കാണേണ്ട കാര്യമില്ല, പകരം ഒരു സാധ്യതയായി വേണം നാം കാണുവാൻ. കേരളത്തിലെ കത്തോലിക്ക സഭ നൽകുന്നത് പോലുള്ള വിവാഹ ഒരുക്ക സെമിനാർ പോലുള്ള ആശയങ്ങൾ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയിലും നടപ്പാക്കിയാൽ വിവാഹത്തെ കൂടുതൽ പക്വതയോടുകൂടി സമീപിക്കാനുള്ള ബോധ്യങ്ങൾ കേരളത്തിലെ യുവജനങ്ങൾക്ക് ലഭിക്കും. അത്തരം പോസിറ്റീവായ സ്റ്റെപ്പുകളിലൂടെ വേണം ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തെ നാം അഡ്രസ്സ് ചെയ്യുവാൻ. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഡോക്ടർ മേരി റെജീന, അഡ്വക്കേറ്റ് ജയസൂര്യ, ശ്രീ രാഹുൽ ഈശ്വർ, 4 പേർക്കും നന്ദി.